കൊണ്ടിരിക്കുകയാണല്ലോ. ഒത്തിരി ലക്ഷക്കണക്കിന് ജനം വിവിധ ഇടങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കും ഈ കൊറോണ കാലയളവിൽ അനേക രാജ്യങ്ങളിൽ നേരിൽ കടന്നുപോയില്ലെങ്കിലും എൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ, എനിക്കൊന്ന് ഭൂഖണ്ഡങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഓൺലൈനിലൂടെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിന്റെ ധന്യനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരുടെ മേൽ അവിടുത്തെ കൃപയെ ധാരാളമായി പകരുമാറാകട്ടെ. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു തിരുവചന ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തെ നാം കാത്തിരിക്കുക എന്നുള്ളൊരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാത്തിരിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ വിഷയങ്ങളിൽ, വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കി നാം വിശ്വാസത്താൽ നാളുകളായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം കാത്തിരിക്കുന്നത് ദൈവത്തിങ്കിൽ നിന്നൊരു മറുപടി ലഭിക്കാനാണെങ്കിൽ, ദൈവത്തിങ്കിൽ നിന്നൊരു വിടുതൽ ലഭിക്കാനാണെങ്കിൽ നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും വൃഥാവാകത്തില്ല. ദൈവം തക്ക സമയത്ത് നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി, നാം കാത്തിരിക്കുന്നതിന്റെ അത്ഭുതകരമായ വിടുതൽ കർത്താവ് നമുക്ക് നൽകി തരാതിരിക്കുകയില്ല. ഇന്ന് രാത്രി അതിനോടുള്ള ബന്ധത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന തിരുവചന ചിന്തയിലേക്ക് നമുക്ക് വരാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായം, അതിന്റെ 1-2 വാക്യങ്ങൾ ആണ്, 2-3 വാക്യങ്ങൾ. സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായം 1-2-3 വാക്യങ്ങളാണ് ഈ രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യമായി വായിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ദയവായി ഇത് വായിച്ചു സഹായിക്കും. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. പ്രിയ കർത്താവെ, വായിക്കപ്പെട്ട ജീവന്റെ അപ്പമായ ദൈവവചനത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്തതുമായ ജീവന്റെ അപ്പമായ ദൈവവചനത്തിനായി സ്തോത്രം. ഈ അപ്പമായ ദൈവവചനത്തെ അവിടുന്ന് വിഭജിച്ചു തരണമേ. അങ്ങ് 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി ശിശുഗണത്തിന്റെ കരങ്ങളിലേക്ക് കൈമാറിയതുപോലെ ഇന്ന് രാത്രി ജനത്തിന് കൊടുക്കാനുള്ള സ്വർഗീയ അപ്പമായ ദൈവവചനത്തെ വാഴ്ത്തി നുറുക്കിയുടെ നാവിന്മേൽ അവിടുന്ന് നൽകിത്തരണമേ. അങ്ങയുടെ ജനത്തിന് ഇത് വിളമ്പിക്കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രാപ്തനാക്കണമേ. റിമാന ശംധന റിബന ഹത്തുടി ഹംദനായ റൈദസ് മധാറിയാംതന റബൽകന രഗദന വൈഡ പ്രബൽകന രഗദനായ. ആത്മാവും വചനവും ഒരുപോലെ കേൾവിക്കാരുടെ ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവും വചനവും ഒരുപോലെ വ്യക്തികളിൽ വ്യാപരിക്കണമേ. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക്, അവർ കാത്തിരിക്കുന്ന കാത്തിരിപ്പിനൊരു മറുപടി പരിശുദ്ധാത്മാവിനാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവെ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണമേ. അതിന്റെ ബുദ്ധിയെ ഫലമാക്കും ആത്മാവ് സംസാരിക്കും. പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയാണ്. കൃപ പകരും യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന, ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുമായ
ഒരു തിരുവചന ഭാഗമാണ് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി വായിച്ചിരിക്കുന്നത്. നിശ്ചയമായി ഈ വചനം പ്രസംഗിക്കാൻ എല്ലാവർക്കും ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സമുദായത്തിലുള്ളവരും യാക്കോബ സമുദായത്തിലുള്ളവരും മർത്തോമ CSI സമുദായങ്ങളിലുള്ളവരൊക്കെ വചനം പ്രസംഗിക്കുന്നുണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ. ബന്ധുക്കോസുകാർ വചനം പ്രസംഗിക്കുന്നുണ്ട്, ബ്രദറുകാർ വചനം പ്രസംഗിക്കുന്നുണ്ട്, ഹോവസാക്ഷികൾ വചനം പ്രസംഗിക്കുന്നുണ്ട്, ധാരാളം വചന പ്രഘോഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ മാത്രമാണ് വ്യക്തികളിൽ രൂപാന്തരം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ ആയിരുന്നില്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ നിങ്ങളുടെ ഇടയിലേക്ക് ആ വചനം ശ്രദ്ധിക്കണേ, വചനവും ആത്മാവും ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവും. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും. അവൻ വചനത്തിന് തനിയെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവ് തനിയെ ഒന്നും ചെയ്യുകയുമില്ല. പരിശുദ്ധാത്മാവ് വചനവും കൂടെ എവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വെള്ളത്തിന്റെ മീതെ ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എത്രയോ നാളുകൾ ശ്രദ്ധിക്കണേ, എത്രയോ നാളുകൾ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് അവിടെ ഒറ്റയ്ക്ക് പരിവർത്തിക്കുക, കാര്യമായി യാതൊരു മാറ്റങ്ങളും സംഭവിച്ചില്ല. പക്ഷേ ആ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തോടൊപ്പം യേശു കർത്താവിന്റെ വചനം അവിടെ വെളിപ്പെട്ടു. വെളിച്ചമുണ്ടാകട്ടെ എന്ന വചനം അവിടെ വെളിപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വചനവും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ പാഴായി കിടന്ന ഭൂമി, ശൂന്യമായി കിടന്ന ഭൂമി ഫലവത്തായ ഭൂമിയായി മാറി. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ കൂട്ടായ്മകളുടെ മേൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ മേൽ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനവും ശക്തിയോടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എത്ര ദുർഘടമായ അവസ്ഥയും എത്ര അവൻ തകർക്കപ്പെട്ട മേഖലകളിൽ പണിതെടുക്കാൻ പരിശുദ്ധാത്മാവും വചനവും കൂടെ ശക്തിയോടെ വ്യാപരിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ആ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു പക്ഷി, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ് വചനവും പരിശുദ്ധാത്മാവും. സ്തോത്രം. നമുക്കറിയാം, ഒരു ചിറക് കൊണ്ട് ഒരിക്കലും ഒരു പക്ഷിക്ക് പറന്നുയരാൻ കഴിയത്തില്ല. ആ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഇങ്ങനെ ചിറകിട്ടടിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ രണ്ട് ചിറകും ബലവത്തായ ചിറകാണെങ്കിൽ അതിന് ഉയരത്തിലേക്ക് പറന്നുയരാം. ആത്മീയ ജീവിതത്തിൽ ഉയർച്ചയാഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി തിരുവെഴുത്ത് കേൾക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ്, ഞാൻ പ്രവചന ദൂതുപോലെ ഈ പ്രാരംഭത്തിൽ തന്നെ പറയുന്നു, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുക, വചനത്തോട് ചേർന്ന് നിൽക്കുക. വചനവും പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ വിഷയത്തിന്മേൽ പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അസാധാരണമായ വിടുതൽ നിങ്ങളുടെ മേൽ സംഭവിക്കാനിടയായി തീരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഈ രാത്രിയിൽ നമ്മുടെ ചിന്താ വിഷയം ഇതാണ്. ആമേൻ. ദാവീദ് എന്ന ദൈവ മനുഷ്യൻ താന് ദൈവത്തെ കാത്തിരുന്ന ആ ഭാഗമാണ് നമ്മൾ ഇവിടെ വായിപ്പാനിടയായി തീർന്നത്. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം, ദാവീദ് എന്ന പ്രാർത്ഥനാ മനുഷ്യൻ, ദാവീദിനെ കുറിച്ച് ഒത്തിരി ചിന്തകൾ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. ഒത്തിരി പ്രസംഗം ദാവീദിനെ കുറിച്ച് കേൾക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ദാവീദ് പാടിയ പാട്ടുകളാണ് നമ്മൾ കൂടുതലും എല്ലാ ദിവസവും എന്നതുപോലെ പാടുന്നത്. മറ്റൊന്നുമല്ല സങ്കീർത്തനങ്ങളെല്ലാം ഒരു 90% ദാവീദിന്റെ പാട്ടുകളാണ്. അപ്പൊ ദാവീദ് പാടിയ പാട്ടുകൾ, ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ദാവീദിന്റെ ജീവിത അനുഭവങ്ങളാണ് കുറെ ഭാഗങ്ങളെല്ലാം നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത്. യേശു കർത്താവ് പോലും ഈ ലോകത്തിലേക്ക് പിറന്നത് ദാവീദ് ഗോത്രത്തിലാണ് യേശു കർത്താവ് പിറന്നത്. എന്ന് പറഞ്ഞാൽ
ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു ദാവീദ്, ഒരു ആരാധന മനുഷ്യനായിരുന്നു ദാവീദ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവോട് ചേർന്നിരുന്ന ഒരു മനുഷ്യനാണ്. തന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ ആ തെറ്റിൽ താൻ വീണ് കിടന്ന് ദൈവത്തോട് അനുദപിച്ച് ഏറ്റു പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 51-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആ മനുഷ്യൻ ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 51-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ എന്താ ദൈവത്തോട് പറയുന്നത്? ആ വാക്യം ഒന്ന് എടുക്കാമോ? 51-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ഓ മൈ ഗോഡ്, നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ? നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. രണ്ടാമത് താൻ ഊന്നി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നീ എന്റെ കയ്യിലുള്ള എന്ത് വേണേലും എടുത്തോ, എന്റെ മക്കളെ എടുത്തോ, എന്റെ വസ്തുവക എടുത്തോ, എന്റെ രാജ്യത്വം എടുത്തോ, എന്റെ കിരീടം എടുത്തോ, എന്റെ പൊഞ്ചങ്കോൽ എടുത്തോ, എന്റെ എല്ലാം എടുത്തോ. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ താഴ്മയോടെ യാചിക്കുന്നു, ആമേൻ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ഹല്ലേലൂയ. പ്രിയരെ, ദാവീദിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോയാൽ ദാവീദിനറിയാം ജീവിതം തീർന്നു. പരിശുദ്ധാത്മാവ് പോയ ശൗലിന്റെ ജീവിതത്തിന്റെ തകർച്ചയും അവന്റെ അവസാനം ഒക്കെ നന്നായി കണ്ട ദാവീദ് ദൈവത്തോട് കെഞ്ചുകയാണ്, താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്നാ വേണേലും ദൈവമേ നീ എടുത്തോ, പക്ഷെ നിന്റെ പരിശുദ്ധാത്മാവിനെ മാത്രം എന്നിൽ നിന്ന് എടുക്കരുതേ. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുത്. 2, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കണം. എന്റെ മേൽ അധികമായി പകരേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏകദേശം 29ഓളം ഡിവൈസുകളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവസ്നേഹത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, മറ്റെന്തിനേക്കാൾ വലുത് പരിശുദ്ധാത്മാവാണ്. രക്ഷ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദൈവത്തിന്റെ ദാനം. ശ്രദ്ധിച്ചു കേട്ടോണേ, രക്ഷ എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ ദാനം. രക്ഷ, ആ രക്ഷ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ദൈവത്തിന്റെ ഗിഫ്റ്റ്, ദൈവത്തിന്റെ ദാനം പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് എത്രത്തോളം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമോ, എത്രത്തോളം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കാമോ, എത്രത്തോളം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാമോ, എത്രത്തോളം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാമോ, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, അത് നമ്മുടെ കുടുംബത്തിന്, അത് നമ്മുടെ സഭയ്ക്ക്, അത് നമ്മുടെ മിനിസ്ട്രിക്ക്, അത് നമ്മുടെ അവൻ മുമ്പോട്ടുള്ള യാത്രകൾക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കും. വിശ്വസിക്കുന്നവർ കരമയത്തേക്ക് അവനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പോയാൽ ജീവിതം തീർന്നു. ബാക്കി എല്ലാം ഉണ്ടായിട്ടും പരിശുദ്ധാത്മാവില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമാണ്. സ്തോത്രം. ഒന്നും കൂടെ ഞാൻ പറയുന്നു, മറ്റൊന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ജീവിതം ധന്യപൂർണമായി തീരുവാനിടയായി തീരും. അതുകൊണ്ട് ദാവീദിന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ദൈവത്തോട് പറയുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. സ്തോത്രം 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 സ്തോത്രം. പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം, പരിശുദ്ധാത്മാവോട് ചേർന്ന് നമുക്ക് നടക്കാം, പരിശുദ്ധാത്മാവോട് ചേർന്ന് നമുക്ക് ഇരിക്കാം. പരിശുദ്ധാത്മാവാണ് കാഹളം ധ്വനിക്കുമ്പോൾ നമ്മെ രൂപാന്തരപ്പെടുത്തി നിത്യതയുടെ തുറമുഖത്ത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രിയനായ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ ആ നിറവിനായി, നിയോഗത്തിനായി, നടത്തിപ്പിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ, അത് അത്രയും അനുഗ്രഹപൂർണമായി തീരും. സ്തോത്രം. പ്രാരംഭത്തിൽ എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ ഈ വാക്കുകൾ നിങ്ങളോട് പ്രസ്താവിക്കാനുള്ള നിയോഗം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തരുന്നു. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ ദൈവ മനുഷ്യൻ ലജ്ജ കൂടാതെ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ തന്നെത്താൻ മറന്ന്, തന്റെ രാജകീയ പദവി മറന്ന്, തന്റെ രാജകീയ വസ്ത്രം ഊരി മാറ്റിവെച്ച്, കിരീടം മാറ്റിവെച്ച്, പൊഞ്ചങ്കോൽ മാറ്റിവെച്ച്, ഹല്ലേലൂയ, ലോകത്തിന് മുമ്പിൽ ഒരു ഹീനനെ പോലെ, ഹല്ലേലൂയ, ഒരു പരിജ്ഞാനമില്ലാത്തവനെ പോലെ ദാവീദ് പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന പെട്ടകത്തിന് മുമ്പിൽ തന്നെത്താൻ മറന്ന് താൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്തോത്രം, 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നു. സ്തോത്രം. അതിന്റെ അവസാന ഭാഗങ്ങളിൽ
ദാവീദ് തന്നെത്താൻ മറന്ന് അവന് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പെട്ടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് താൻ ദൈവത്തെ ആരാധിക്കുകയാണ്. ഒന്ന്, താനൊരു പ്രാർത്ഥന മനുഷ്യൻ, ആത്മാവിന് വിധേയപ്പെട്ട മനുഷ്യൻ. രണ്ട്, നന്നായി അവൻ മടി കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ഭാഗങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ദാവീദിന്റെ ഭാര്യയായ മീകള് കിളിവാതിലൂടെ ദാവീദ് എന്ന ദൈവത്തിന്റെ മനുഷ്യൻ, അവൻ ഇസ്രായേലിന്റെ രാജാവ് തന്നെത്താൻ അവൻ മതിമറന്ന് ആരാധിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് നാണമായി പോയി. അവൾ ചോദിച്ചു, നീ ഇങ്ങനെ ലജ്ജ കൂടാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണവുമില്ലാതെ ഇങ്ങനെ നീ മതിച്ച് കുതിച്ച് നൃത്തം ചെയ്യുന്നത് എന്തുകൊണ്ട്? ദാവീദ് പറഞ്ഞു, ദാവീദ് തന്റെ ഭാര്യയെ നോക്കിയിട്ട് ഭാര്യയോട് പറഞ്ഞു, എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്, പ്രിയരെ, ദാവീദിനറിയാം എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്. ഞാൻ കിടന്ന സ്ഥലം എനിക്കറിയാം, ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം അറിയാം, നാളെ ഞാൻ ആരായിത്തീരുമെന്ന് എനിക്കറിയാം. എന്റെ ദൈവം എന്നെ ആ പുൽമേട്ടിൽ നിന്നും ആ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുന്നിടത്തു നിന്നും എന്നെ രാജകീയ പദവിയിൽ കൊണ്ടുവന്ന് എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഇതിലധികം, ഹല്ലേലൂയ, ഇതിലധികം കുറയ്ക്കരുത് കേട്ടോ. ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ആരാധിക്കുന്ന ദൈവമക്കളോട് ദൂത് പറയാം. അർദ്ധമന റമന ശംഭന ആരാധന കുറയ്ക്കരുത്. ഇന്ന് രാത്രി കരങ്ങളെ അടിച്ചാൽ പ്രസംഗങ്ങൾ ഇരിക്കുന്നിടത്ത് ആത്മാവിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ആരാധിച്ചിട്ട് ഇന്ന് വരെ ഒരു കുടുംബവും തകർന്നു പോയിട്ടില്ല. ആരാധിച്ച ഒരു വ്യക്തിയും നശിച്ചു പോയിട്ടില്ല. ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിച്ച കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ആരാധിച്ച ആരാധനാലയങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അർദ്ധമന റമന അതുട ദിവന ജഗത ഗർഗമന ഹസദന റബദന യംദന. ഹല്ലേലൂയ, ആമേൻ. എന്താ ആരാധനയ്ക്കുള്ള പ്രത്യേകത? ദൈവമാത്മാവാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ആരാധന. പ്രിയരെ, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട തന്റെ മക്കൾ തന്നെ ആരാധിക്കുന്നതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടിരുമ്പോൾ മോശയിലൂടെ ഫറവോനോട് പറഞ്ഞു വാക്യത ഒറ്റ വചനമേ ഉള്ളൂ. എന്താ? എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. വേറൊരു വചനമില്ല. മോശയുടെ വായിൽ ദൈവമോട് ഒറ്റ വചനമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ന്യായപ്രമാണമൊക്കെ വന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന 66 പുസ്തകങ്ങളടങ്ങിയ പുസ്തകമൊക്കെ അതിനുശേഷം വന്നതാ. മോശയുടെ കയ്യിൽ വചനമില്ല. മോശയുടെ വായിൽ ഒറ്റ വചനം, വായിൽ കൊടുത്ത വചനം അതിതാ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയരെ, വായിൽ വചനം കൊടുത്ത ആ ദൈവ മനുഷ്യൻ പറഞ്ഞത് മറ്റൊന്നിനു വേണ്ടിയല്ല, മരുഭൂമിയിൽ എന്റെ ജനം എന്നെ ആരാധിക്കണം. പ്രിയരെ, നാം ഇവിടുന്ന് നിത്യത ചെന്നാൽ എന്താ കാര്യം? നിത്യത ചെന്നാൽ എന്താ നമ്മുടെ ശുശ്രൂഷ? നിത്യത ചെന്നാൽ നമുക്ക് എന്താ ചെയ്യാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. തിരുവെടുത്ത് പഠിക്കുന്നവർക്കറിയാം, ദൈവത്തെ രാപ്പകൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾ ആത്മനിറവിലുള്ള ആരാധനയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, എതിരെ പ്രസംഗിക്കുമ്പോൾ, എതിരെ പഠിപ്പിക്കുമ്പോൾ ആ പൈശാചിക മണ്ഡലത്തെ വെട്ടിക്കൊണ്ട്, ആ ദുര്യാത്മ മണ്ഡലങ്ങളെ വെട്ടിക്കൊണ്ട് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സൈന്യം കേരളക്കരയിൽ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് അവൻ തന്നെത്താൻ മറന്ന്, ശരീരം മറന്ന്, അവസ്ഥകൾ മറന്ന്, സാഹചര്യങ്ങൾ മറന്ന് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കൂ. അവൻ നിങ്ങളുടെ മേൽ ഒരു ആത്മപകർച്ച നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ മേൽ പകരാൻ ഇന്ന് രാത്രി എന്റെ കർത്താവ് മതിയായവനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആരാധനയുടെ നടുവിൽ രോഗങ്ങൾ സൗഖ്യമാകും. ആരാധനയുടെ നടുവിൽ ഭൂതങ്ങൾ വിട്ടുമാറും. ആരാധനയുടെ നടുവിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. ആരാധനയുടെ മുമ്പിൽ ആത്മസന്തോഷം കൊണ്ട് നിറയും. നിരാശകൾ മാറിപ്പോകും. വിലാപങ്ങൾ നൃത്തമാകും. കഴിഞ്ഞു മാറും. ആരാധിക്കുന്നവന്റെ അതിരുകളെ ദൈവം വിശാലമാക്കും. ആരാധിക്കുന്നവന്റെ മുമ്പിലുള്ള ദുർഘടങ്ങൾ ദൈവം നിരപ്പാക്കും. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ദൈവത്തെ വാഴ്ത്തുകയാണ്. നിങ്ങൾ ആ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളും 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും വായിച്ചാൽ അറിയാം. 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വായിക്കാമോ? 7-ാം അധ്യായം. സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, മതി 1-ാമത്തെ വാക്യം മാത്രം. 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. സ്തോത്രം, മതി. താങ്ക് യു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാവരും വേദപുസ്തകം ഉള്ളവരും നോക്കിയാട്ടെ. സ്തോത്രം.
7-ാം അധ്യായത്തിന് 1-ാം വാക്യം, 6-ാം അധ്യായത്തിന്റെ അവസാനം നൃത്തം ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ആരാധന, ശരീരം മുഴുവൻ വിട്ടുകൊടുത്ത ഒരു ആരാധനയായിരുന്നു അല്ലേ? ആമേൻ. നിങ്ങൾക്ക് ശരീരം വിട്ടുകൊടുത്ത ദൈവത്തെ, നിങ്ങളുടെ ശരീരം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലേ? എന്റെ ശരീരം, നിങ്ങളുടെ ശരീരം, നമ്മുടെ ശരീരം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലേ? ഈ ശരീരമാകുന്ന ഈ ആലയം കൊണ്ട് തന്നെത്താൻ മറന്ന് നിങ്ങളുടെ ശരീരം വിട്ടുകൊടുത്ത് ഒന്ന് ആരാധിച്ചു നോക്കിക്കേ. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ദൈവശക്തി നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങളുടെ മേൽ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ ദൈവശക്തി വ്യാപരിക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്തോത്രം. ആമേൻ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള, ആമേൻ, തന്നെത്താൻ മറന്ന്, അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ആരാധന ദാവീദ് ദൈവത്തിന് കൊടുത്തപ്പോൾ ദാവീദ് ദൈവത്തോട് പറഞ്ഞു, ഇനി നീ അടങ്ങി സ്വസ്ഥമായിട്ടിരുന്നു, നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ നിന്റെ വിഷയം മുഴുവൻ ഞാൻ ഏറ്റെടുത്തെന്ന്. നീ എനിക്ക് പ്രസാദമുള്ള ആരാധന അർപ്പിച്ചത് കൊണ്ട് നിനക്ക് ചുറ്റും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, നിനക്ക് ചുറ്റും ഒത്തിരി പ്രോബ്ലം ഉണ്ട്, നിനക്ക് ചുറ്റും ഒത്തിരി വൈരികളുണ്ട്, നിനക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര പടകളുണ്ട്. അവയോട് ഞാൻ യുദ്ധം ചെയ്യും, നീ യുദ്ധം ചെയ്യണ്ട. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്വോത്രം ചെയ്തോ, സ്വോത്രം ചെയ്തോ, സ്വോത്രം ചെയ്തോ. നിന്നെ കൊണ്ട് കഴിയാത്തത്, നിനക്ക് അസാധ്യമായത്, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്ന യുദ്ധവീരനായ യഹോവ. ആമേൻ. പ്രശ്നങ്ങളല്ല വലുത്, നമ്മുടെ ദൈവമാ വലുത്. രോഗമല്ല വലുത്, നമ്മുടെ ദൈവമാ വലുത്. ഹല്ലേലൂയ. കടഭാരമല്ല വലുത്, നമ്മുടെ ദൈവമാ വലുത്. ഹല്ലേലൂയ. തലമുറയുടെ ഭാവി അല്ല വലുത്, നമ്മുടെ ദൈവമാ വലുത്. തലമുറയെ തന്നവനും ജോലി തന്നവനും വീട് തന്നവനും കുടുംബജീവിതം തന്നവനും അറിയാം നിനക്ക് വേണ്ടത് എന്തൊക്കെയാണ്. അത് മുഴുവൻ തരാൻ എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. നീ ചെയ്യേണ്ട കാര്യം, നീ പരമാർത്ഥമായ ദൈവസേന ചെയ്യുക. ആരെയും കാണിക്കാനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല, ആരിൽ നിന്നും പ്രസാദം ലഭിക്കാനല്ല. എന്റെ ദൈവം എന്നിൽ പ്രസാദിക്കണം. എന്നെ വീണ്ടെടുത്ത് എന്റെ കർത്താവിൽ അവൻ ഞാൻ ആനന്ദിക്കും. ഹല്ലേലൂയ. അപ്പോ ദാവീദ് ഇടവും വലവും നോക്കിയില്ല, മുമ്പും പിമ്പും നോക്കിയില്ല, ഭാര്യയെ നോക്കിയില്ല, സാഹചര്യം നോക്കിയില്ല, സൈന്യത്തെ നോക്കിയില്ല, പ്രജകളെ നോക്കിയില്ല. തുള്ളിച്ചാടി നൃത്തത്തോടെ ദൈവത്തെ മതിമറന്ന് ആരാധിച്ച ഭക്തന്റെ ചുറ്റും ആരുണ്ട്? നിങ്ങൾ ഭാഗങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്നും കൂടെ ഞാൻ പറയാം. ഈ ദാവീദ് ആരാധിക്കുമ്പോഴും അവന് ചുറ്റും എന്താ ഉള്ളേ? എല്ലാം അനുകൂലമല്ല, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമല്ല. ചുറ്റും പ്രശ്നങ്ങളാ, ചുറ്റും ശത്രുക്കളാ, ചുറ്റും പോരാട്ടങ്ങളാ, ചുറ്റും എതിർപ്പുകളാ. റാബ, കമന, അമ്പര. ഈ പ്രശ്നങ്ങൾ എല്ലാം അടങ്ങിയിട്ടല്ല ദാവീദ് ആരാധിച്ചത്. ശത്രുക്കളെ മുഴുവൻ കീഴടക്കി കഴിഞ്ഞിട്ടല്ല ദാവീദ് ദൈവത്തെ ആരാധിച്ചത്. പ്രശ്നങ്ങൾ അവിടെ ഉള്ളപ്പോൾ, രോഗം അവിടെ ഉള്ളപ്പോൾ, സാമ്പത്തിക കടഭാരം അവിടെ ഉള്ളപ്പോൾ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആവലാതി അവിടെ ഉള്ളപ്പോൾ, ആമൻ, സകലതും പ്രതികൂലമായിരിക്കുമ്പോൾ, ചുറ്റും പ്രതികൂലങ്ങൾ മാത്രം, ഒന്നും അനുകൂലമില്ല. പക്ഷെ അതിന്റെ നടുവിൽ മറന്ന് ദൈവത്തിന് ആനന്ദിച്ച ദൈവഭക്തനോട് ദൈവം പറഞ്ഞു, കുഞ്ഞേ, നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ മുഴുവൻ ഞാൻ അടക്കാൻ പോവാ. നിരത്ര വിശ്വസിക്കാമോ? പ്രവചന ദൂതായി ദൈവം പറയുന്നു, എന്റെ ദൈവം നിന്റെ ശത്രുക്കളെ കീഴടക്കിയാൽ, എന്റെ ദൈവം നിന്റെ പ്രശ്നം ഏറ്റെടുത്താൽ, എന്റെ ദൈവം നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ, എന്റെ ദൈവം ഒരു കാൽച്ചുവട് നിന്റെ വിഷയത്തിൽ എടുത്തു വെച്ചാൽ പിന്നെ അത് തല പൊക്കത്തില്ല. ആരോടൊക്കെയോ അതിശക്തമായ ദൈവാത്മ ദൂത് പറയുന്നു, ഇനി ആ വിഷയം തല പൊക്കത്തില്ല, ഇനി തല പൊക്കാൻ കഴിയത്തില്ല. ദൈവം അതിനെ നിന്റെ കാൽ കീഴിലാക്കി തരികയാണ്. അതുകൊണ്ട് ആരാധന ദൈവാത്മാവിന്റെ നിറവിലുള്ള ആരാധന, ബുദ്ധി കൊണ്ടുള്ള ആരാധനയല്ല, ജഡം കൊണ്ടുള്ള ആരാധനയല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആരാധന. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനം ഒരു ആരാധന ആലയമായി മാറട്ടെ. ജാതിയുടെ നടുവിലായിരിക്കും നിങ്ങൾ പറക്കുന്നത്, അന്യാരാധനകൾ ഉള്ളതിന്റെ നടുവിലായിരിക്കും നിങ്ങൾ പറക്കുന്നത്, ദുർമന്ത്രവാദികളും ആഭിചാരകന്മാരും ഉള്ളതിന്റെ നടുവിലായിരിക്കും നിങ്ങൾ പറക്കുന്നത്. സാരമില്ല, നിങ്ങളിൽ നിന്ന് ഉയരുന്ന ആത്മാവിന്റെ ആരാധന ദേശത്തിന്റെ ദുർഭൂത ശക്തികളെ കീഴടക്കും.
വിശ്വസിക്കുന്നവർ കരം തട്ടി അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തെ ആരാധിച്ചിട്ട് അന്യഭാഷകളിൽ തന്നെ യേശുവിൻ നാമത്തിൽ ദൈവിക വിടുതലിനെ പ്രഖ്യാപിക്കുന്നു. ഹോളി ലോർഡ്, ഓ ജീസസ്. അപ്പോ ഇങ്ങനെ ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യൻ, ആരാധനാ മനുഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവ മനുഷ്യൻ ഈ 40-ാം സങ്കീർത്തനത്തിൽ താൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. വേറെ ഒന്നിനു വേണ്ടിയല്ല. ദാവീദ് പറയാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി, എന്റെ വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മാനുഷിക കരത്തിനും കഴിയത്തില്ല. ഞാൻ കാത്തിരിക്കുന്നതും കാത്തിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ നമുക്കറിയാം 11 മണിക്ക് ഒരു ബസ് ഉണ്ട്, രാവിലെ 11 മണിക്ക്. അപ്പൊ നമ്മളൊരു 10:45 തന്നെ ബസ് സ്റ്റോപ്പിൽ വന്നു. നമ്മൾ കാത്തിരിക്കുകയാണ്. 11 മണിക്ക് ബസ് വരും. 11 മണിക്ക് വരേണ്ട ബസ് 11 മണിക്ക് എത്തിയില്ല. അപ്പൊ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കുകയാണ്. 11:10 കാത്തിരിക്കുകയാണ് പിന്നെയും. പക്ഷെ 11:15 കഴിഞ്ഞപ്പോ പിന്നെ കാത്തിരിപ്പ് മാറി കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് ആ വാഹനം വന്നില്ല. അപ്പൊ പ്രതീക്ഷിച്ച സമയത്ത് എനിക്ക് ആ വാഹനം കിട്ടിയില്ല. എന്നാൽ ആ വാഹനം വരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എന്ത് ചെയ്യുക, ആ വാഹനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞുള്ള, നമ്മൾ പ്രതീക്ഷിച്ച സമയം കഴിഞ്ഞുള്ള കാത്തിരിപ്പിനാണ് ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത്. സ്വതന്ത്രം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തും. അപ്പോ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഭാഗം ഒന്നുകൂടെ നോക്കിക്കേ. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ആമേൻ. അവൻ എങ്കലേക്ക് ചാഞ്ഞു. അപ്പം വെയിറ്റ് ചെയ്യുക അല്ലെ, കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്ന മനുഷ്യൻ സമയത്ത് ആ മറുപടി കിട്ടാത്തത് കൊണ്ട് വീണ്ടും സമയങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ദൈവഭക്തനോടുള്ള ബന്ധത്തിൽ ആ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആലോചന പറയുന്നു. സ്നേഹിത സഹോദരി, വത്സല്യ കുഞ്ഞെ, വത്സല്യ മാതാവേ, വത്സല്യ പിതാവേ, ഈ വചനം സ്തോത്രത്തോടെ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥന വിഷയത്തിലേക്ക് സ്വർഗം ചാഞ്ഞ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം പറയും നിനക്കിതിന് മറുപടി കിട്ടത്തില്ല, നീ വെറുതെ പ്രാർത്ഥിക്കുകയാ, നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ഇതിന് മറുപടി ഉണ്ടാകുകയില്ല, ഇതിന് ഉത്തരം കിട്ടത്തില്ല, ഇത് അസാധ്യമാണ്. പക്ഷേ ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ഞാൻ വചനത്തിലൂടെ പറയുന്നു, നീ കാത്തിരിക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗം ഇന്ന് രാത്രി ചാഞ്ഞിറങ്ങി. അവിടെ ഏതാ വായിക്കുന്നത്? അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. അവേ നിലവിളിയാകട്ടോ, വെറുതെ ഒരു പ്രാർത്ഥന കാത്തിരിക്കുകയല്ല, നിലവിളിച്ചോണ്ട് കാത്തിരിക്കുകയാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം പുതിയ നിയമത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ബർത്തിമായി എന്ന കുരുടൻ വഴിത്തലയ്ക്കൽ, അവൻ, ഹല്ലേലൂയ, യേശു അതുവഴിയായി വരുന്നു എന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? സ്തോത്രം, അവൻ ആ വഴിയരികിൽ, സ്തോത്രം, അവൻ വലിയ പുരുഷാരത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ, സ്തോത്രം, പലരും അതുവഴി കടന്നു പോകുന്നവരോടൊക്കെ അവൻ ഭിക്ഷ യാചിക്കുന്നവനാണ്. അമ്മൻ അന്നത്തെ വെള്ളി
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാമോ? 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 അത് ഇടയ്ക്കൊരു കോള് കയറി വന്നതാ. ഓക്കെ, സോറി. അപ്പോ സ്തോത്രം, ഈ ബർത്തിമായി എന്ന കുരുടൻ, സ്തോത്രം, എല്ലാവരോടും ഭിക്ഷയാചിക്കുന്ന മനുഷ്യൻ, വഴിയെ പോകുന്ന ആരെയും വെറുതെ വിടുകയില്ല. അമ്മ, അപ്പ എന്ന് വിളിച്ച് അവരുടെ കയ്യിൽ നിന്ന് വെള്ളി നാണയങ്ങൾ, പൊന്നാണയങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന ഈ ഭിക്ഷക്കാരൻ, സ്തോത്രം, യേശു അതുവഴി പോകുന്നത് അവൻ തിരിച്ചറിഞ്ഞു. എങ്ങനെ തിരിച്ചറിഞ്ഞു? എന്റെ ചിന്ത, ഇന്നലകളിൽ അവൻ കേട്ടിട്ടുണ്ട് നസ്രയനായ യേശു എന്നൊരാള് നമ്മുടെ നാട്ടിലുണ്ട്. ആമേൻ. അവൻ സാധാരണക്കാരനെ പോലെയല്ല. അവൻ പോകുന്ന ഇടങ്ങളിൽ രോഗികളെ സൗഖ്യമാക്കുന്നു. അവൻ തൊടുന്നവർ അവൻ ആരെ തൊട്ടാലും അവർ സൗഖ്യമാകുന്നു. യേശുവിനെ ആരെങ്കിലും തൊട്ടാൽ അവൻ സൗഖ്യമാകുന്നു. അപ്പോൾ ഈ വാർത്ത, അവൻ കണ്ണുപൊട്ടനാണെങ്കിലും കാതിന് നല്ല കേൾവിയാ. നാട്ടുകാര് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതൊക്കെ ഇവൻ കേട്ടിട്ടുണ്ട്. കേട്ടതെല്ലാം അവൻ ഇങ്ങനെ വിശ്വസിച്ച് കാത്തിരുന്നു. അവനൊരിക്കൽ അവൻ വിശ്വാസം ഒരുപക്ഷെ ഏറ്റു പറഞ്ഞു കാണാം. എന്റെ ചിന്ത പറയുക, എന്നെങ്കിലും ഒരു ദിവസം ഞാനിരിക്കുന്ന ഈ വഴിയോരത്തൂടെ യേശു കർത്താവ് വരും. അന്ന് ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവനിലൂടെ വിടുതൽ പ്രാപിക്കും. നമുക്കറിയാം ആ ഭാഗങ്ങൾ, ഞാൻ എടുത്തു വായിപ്പിക്കുന്നില്ല. അവനിങ്ങനെ യേശു കർത്താവ് ആ വഴിയോരത്തൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, ആമേൻ, ഈ വലിയ പുരുഷാരത്തിന്റെ ശബ്ദം കേട്ടിട്ട്, ആമേൻ, ഈ മനുഷ്യൻ, ഈ ബർത്തിമായി എന്ന കുരുടൻ യേശുവേ എന്നവൻ ഉറക്ക വിളിച്ചു. സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നു, യേശുവിനോട് കൂടെ മുന്നടക്കുന്നവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞവനെ ശാസിച്ചു. ആമേൻ. സാധാരണ രീതിയിൽ, ശ്രദ്ധിച്ചു കേട്ടോണേ, സാധാരണ രീതിയിൽ ഈ മുന്നടക്കുന്ന ആളുകളാണ്, മിണ്ടാതിരിക്കാൻ പറഞ്ഞ ആളുകളാണ് ഇന്നലകളിൽ അവന് വെള്ളി നാണയങ്ങൾ, പൊന്നാണയങ്ങൾ അവന്റെ ഉപജീവനത്തോട് കൊടുത്തിട്ടുള്ളത്. സ്തോത്രം. അവന് സഹായിച്ചത് കൊണ്ട് ഇന്നലകൾ അവൻ ജീവിച്ചത്. അവർ കൊടുത്ത ആ ചില്ലറ കൊണ്ടാണ്, ആ ചില്ലിക്കാശ് കൊണ്ടാണ് അവൻ ഇന്നലകൾ ഉപജീവനം കഴിച്ചത്. അവരാണ് പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. ന്യായമായിട്ടും, ആമേൻ, അവൻ സാധാരണക്കാരൻ ചെയ്യുന്നത്, അയ്യോ അച്ചായന്മാരല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ വലിയ കൊച്ചമ്മമാരല്ലേ പറഞ്ഞത്, എന്നാ പിന്നെ മിണ്ടാതിരുന്നേക്ക. കാരണം ഇവര് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ശബ്ദമുയർത്തിയാൽ നാളെ അവരുടെ കയ്യിൽ നിന്ന് ചില്ലിക്കാശ് കിട്ടാതെ വരും. പലരും ആരാധന നിർത്തിയത്, പലരും പ്രാർത്ഥനകൾ നിർത്തിയത്, പലരും കൂട്ടായ്മകൾ നിർത്തിയത് മറ്റാരെയൊക്കെ ബോധിപ്പിക്കാനാ. അവർക്കെന്തോ തോന്നും, അവരെന്നെ സഹായിക്കാതിരിക്കുമോ, അവർക്കെനിക്ക് ആശ്വാസമായി തീരാതിരിക്കുമോ. അവൻ പലരുടെയും വാക്കിന് മുമ്പിൽ പലരും പലതും നിർത്തിവെച്ചു. ഈ ബർത്തിമായി എന്ന കുരുടൻ വേണമെങ്കിൽ അവന് ചിന്തിക്കാം, അവൻ ഇവരെനിക്ക് നാളുകളിൽ തന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, ഇവരുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അങ്ങനെ നടക്കും. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? മിണ്ടാതിരിക്കാൻ പറഞ്ഞവരുടെ മുമ്പിൽ അവൻ വായും പൂട്ടി മിണ്ടാതിരുന്നില്ല. അവൻ ഉറക്ക വിളിച്ചു, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഉറക്ക വിളിച്ചു. പ്രിയരെ, ഇന്ന് രാത്രി സ്തോത്രം, വിളിയുമുണ്ട്, നിലവിളിയുമുണ്ട്. ഉറക്ക നിലവിളിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വിഷയത്തിന്മേൽ വിടുതൽ ലഭിക്കുമ്പോഴും നിലവിളിക്കുക. അവൻ, ഈ മനുഷ്യൻ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടെന്നാ എഴുതിയിരിക്കുന്നത് അല്ലേ. പിടിവിട്ടുള്ള വിളിയാണ് നിലവിളി. സകല പിടിയും വിട്ടു. കുരുടൻ അങ്ങനെ നിലവിളിച്ചപ്പോൾ യേശു കർത്താവ് അവന് വേണ്ടി നിന്നു. ഞാൻ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൂത് പറയാം, നിന്നെ വിട്ട് കടന്നു പോകുന്ന കർത്താവിനെ പിടിച്ചു നിർത്തത്തക്ക രീതിയിൽ നിനക്ക് ആത്മാവിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയത്തിന്മേൽ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കുവാനിടയായി തീരും. ഇവിടെ സംഭവിച്ചത് അതാണ്. ബർത്തിമായിക്ക് വേണ്ടി കർത്താവ് നിന്നു. കർത്താവ് നിൽക്കുക മാത്രമല്ല, അവൻ ആരാണോ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് അവരോട് പറഞ്ഞു, നീ അവരെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. പ്രിയരെ, എന്റെ കർത്താവിന്റെ സ്വഭാവം അങ്ങനെയാ. കർത്താവ് ഇതൊന്നും കാണുന്നില്ല എന്ന് ആരും ചിന്തിക്കണ്ട. ഇവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നതും ഇവന്റെ വായ അടപ്പിക്കുന്നതൊക്കെ കർത്താവ് കണ്ടു. കർത്താവ് പറഞ്ഞു, അവനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവനെ വിളിച്ചോണ്ട് വന്നു. പ്രിയരെ, യേശുവിനെ വിളിക്കുമ്പോ എനിക്കറിയില്ല, ഈ സ്തോത്രം, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. വേറെ ആരെ വിളിച്ചാൽ ആർക്കും ഒരു കുഴപ്പമില്ല. യേശുവിനെ വാ തുറന്നു വിളിക്കാൻ തുടങ്ങിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. വേറെ ആരെയൊക്കെ വിളിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാകില്ല ചിലപ്പോ. സ്തോത്രം. പക്ഷെ യേശുവിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ, രക്ഷകനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ
സൗഖ്യദായകനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ചില എതിർപ്പുകൾ ഉണ്ടാകും, ചില പ്രതികൂലങ്ങൾ ഉണ്ടാകും, ചിലർ വായടയ്ക്കാൻ വരും. നീ മിണ്ടാതിരിക്കരുത്, നീ അവിടെ ശബ്ദം ഉയർത്തുക. യേശുവിന് അല്ലാതെ നിന്റെ വിഷയത്തിന് വിടുതൽ തരാൻ മറ്റാർക്കും കഴിയുകയില്ല. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സഹോദരനോട് പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, വായടയ്ക്കാൻ ശത്രു പദ്ധതികൾ തയ്യാറാക്കും, മിണ്ടാതിരിക്കാൻ ശത്രു പദ്ധതികൾ തയ്യാറാക്കും. പക്ഷേ എന്റെ ജനത്തിന് ഞാൻ തന്നിട്ടുള്ള വിടുതലുകളും ദൈവിക അത്ഭുതങ്ങളും മിണ്ടാതിരിക്കാനുള്ളതല്ല, വാ തുറന്ന് സാക്ഷ്യമായി പ്രസ്താവിക്കാനുള്ളതെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. മിണ്ടാതിരിക്കരുത് ബ്രദറെ. മിണ്ടാതിരിക്കാൻ പലരും പറയും. പല പ്രതിസന്ധികൾ എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട് 4 ഭാഗത്തുനിന്നും ഞെരിക്കുന്നത് പോലെ ഒതുക്കിക്കളയാൻ. ആമേൻ, നീ മിണ്ടരുതെന്ന് പറയത്തക്ക രീതിയിൽ പല വാ നിനക്ക് വിരോധമായി തുറക്കപ്പെടും. പക്ഷേ അവരുടെ മുമ്പിൽ നീ മിണ്ടാതിരിക്കാനല്ല കർത്താവ് പറയുന്നത്, നീ ഉറക്കെ വിളിക്കുക. അവൻ നിന്റെ ശബ്ദം ഉയർത്തുക, യേശുവിന് വേണ്ടി നിന്റെ ശബ്ദം ഉയർത്തുക, യേശുവിനെ നീ ഉയർത്തുക. ആമേൻ. ഇന്ന് ജീവനോടിരിക്കുന്നത് അവന്റെ കൃപയൊന്ന് മാത്രമാണ് കേട്ടോ ബ്രദറെ, കരുണയൊന്ന് മാത്രമാണ് ജീവനോടിരിക്കുന്നത്. അതുകൊണ്ട് ആ യേശുവിനെ നിനക്ക് അവന് വിളിക്കാതെ മൗനമായിരിക്കാൻ കഴിയത്തില്ല. യേശുവിനെ നീ ഉയർത്തുക. എന്നോട് ദൈവമ്മ പറയുന്നു, ഈ ഉണ്ണികൃഷ്ണൻ എന്ന സഹോദരനിലൂടെ കർത്താവിലേക്ക് ചിലർ വരാനുണ്ട് കേട്ടോ. നീ മാത്രമല്ല, പലരെയും നീ നിമിത്തം കർത്താവിലേക്ക് റാമാശംബനറബദനായ ബ്രദറെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു നിന്നിലൂടെ. അവൻ നീ കൈ കൊടുത്ത് പലരെയും കുഴിയിൽ നിന്ന് വലിച്ച് കരയ്ക്കോട്ട് കയറ്റുന്നു. പാതാള കുഴിയിൽ നിന്നും, പാപത്തിന്റെ കുഴിയിൽ നിന്നും, പൈശാചിക കുഴിയിൽ നിന്നും ബ്രദറെ താങ്കൾ കൈ കൊടുത്ത് ചിലതിനെ കർത്താവിലേക്ക് നടത്താൻ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ നിങ്ങളിലൂടെ ആ മിനിസ്ട്രി ചെയ്തെടുപ്പാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിരോധമായി ചില വാ തുറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മിണ്ടാതിരിക്കാൻ, നിങ്ങൾ അടങ്ങിയിരിക്കാൻ, നിങ്ങളെ ഒതുക്കിക്കളയാൻ. പക്ഷെ ഒതുങ്ങരുത്. രാത്രി ആത്മാവിന്റെ ശക്തിയോടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ, യേശുവിന്റെ ധീരസാക്ഷിയായി പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൂത് പറയുകയാണ്. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. അംബരാവദന ജുഡാരവക്ഷന അമ്പൽഖനവദുഡാനവക്ഷര സൈതസ്മനാദനായ. ഹല്ലേലൂയ. അപ്പോ ഈ ബർത്തിമായി എന്ന കുരുടൻ മിണ്ടാതിരുന്നുവെങ്കിൽ അവന്റെ ആയുഷ്കാലം മുഴുവൻ ഒരു കുരുടനായി, എന്നും ഒരു ഭിക്ഷക്കാരനായി അവന്റെ ജീവിതം തീർന്നേനെ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടോ. നീ എന്നും ദരിദ്രനായി, നീ എന്നും ഭിക്ഷയാടനം നടത്തി, നീ എന്നും അവൻ ദേശത്തൊരു നിന്നാപാത്രമായി കിടക്കാനാ ശത്രുവിന്റെ പദ്ധതി. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി അവനെ വിളിച്ചപേക്ഷിക്കുന്നവന്റെ അവസ്ഥയ്ക്ക് അവൻ മാറ്റം വരുത്തുന്ന ദൈവമാണ്. അവൻ ആ നാമത്തെ നീ ഉറക്കെ വിളിക്കുക. ആ നാമത്തെ നീ അവൻ ലജ്ജ കൂടാതെ ഉറക്കെ വിളിക്കുക. ആ നാമം പോലെ വിടുതൽ തരുന്ന മറ്റൊരു നാമമില്ലെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ ഇന്നലെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നത്, ഇന്നലകളിൽ അവനെ സഹായിച്ചവരാണ്, ഇന്നലകളിൽ അവനെ ഹെൽപ്പ് ചെയ്തവരാണ്, ഇന്നലകളിൽ അവന്റെ അവസ്ഥകൾ അറിഞ്ഞ് അവനെ അവൻ കൈത്താങ്ങൽ കൊടുത്തിട്ടുള്ളവരാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. ന്യായമായിട്ട് അയ്യോ അവരാണല്ലോ എന്നെ ഇന്നലകളിൽ സഹായിച്ചത്. പ്രിയരെ, ഇന്നലകളിൽ സഹായിച്ച പലരും യേശുവിനെ വിളിക്കുമ്പോൾ നിന്റെ ശത്രുക്കളായി മാറിയേക്കാം, നിനക്ക് വിരോധികളായി തീർന്നേക്കാം. അടങ്ങിയിരിക്കരുത്. കർത്താവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുക. അവൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്ന് ഉറക്കെ വിളിച്ചു. ഹല്ലേലൂയ. മുന്നടക്കുന്നവരോട് പറഞ്ഞു, അവനെ വിളിച്ചോണ്ട് വരാൻ, മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ? അവരെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിച്ചു. കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ എനിക്ക് കാഴ്ച കിട്ടണം. സ്വോത്രം. അവന് കർത്താവ് കാഴ്ച കൊടുത്തു. പ്രിയരെ, അവന്റെ കണ്ണിനെ കർത്താവ് തുറന്നു. കാഴ്ചയില്ലാത്തവന് കണ്ണ് തുറന്നു. അവൻ കർത്താവിനെ ആദ്യം കണ്ടു. ഓ ഹല്ലേലൂയ. സൃഷ്ടാവിനെ അവൻ ആദ്യം കണ്ടു. ഞാനൊരു ദൂത് ദൈവമക്കളോട് പറയാം. നമുക്കെല്ലാം കണ്ണുണ്ട്, കാഴ്ചയില്ലാത്ത ആരും ഇല്ലെന്ന എന്റെ ചിന്ത.
പക്ഷെ പ്രഭാതത്തിൽ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ, നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ കാണേണ്ടത് നമ്മുടെ പ്രാണപ്രിയനായ യേശുവിന്റെ നിറഞ്ഞ സാന്നിധ്യം കണ്ട് ആ തേജസ് കണ്ട് എഴുന്നേൽക്കുന്നവർക്ക് ആ ദൈവത്തെ വാഴ്ത്തുകയാ. ജീവിതം ധന്യമായി തീരുകട്ടോ. യേശുവിനെ പ്രഭാതത്തിൽ കാണുക. പ്രാർത്ഥനയിലൂടെ നാം എഴുന്നേറ്റ് വരണം. സ്തോത്രം പറഞ്ഞുകൊണ്ട്, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരണം. ഒരു രാത്രി നാം കിടന്നുറങ്ങി അവിടുന്ന് തന്നെ താങ്ങിയത് കൊണ്ട് സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് വരണം പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ പ്രാണപ്രിയന്റെ തിരുമുഖം കണ്ടുകൊണ്ട് നന്ദിയും സ്തോത്രവും പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ പ്രഭാത ജീവിതം ആരംഭിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വേഗത്തിലെടുത്ത ഭാഗത്തേക്ക് വരുന്നു. കർത്താവിന് കാഴ്ച കൊടുത്തു, അവൻ രക്ഷ പ്രാപിച്ചു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന ഒരു സന്ദേശവും കൂടെ കർത്താവ് അവനോട് പറഞ്ഞു. വെറും കാഴ്ച മാത്രമല്ല, അവന്റെ ആത്മാവിന്റെ രക്ഷ കൂടെ കർത്താവ് അവന് നൽകുവാനിടയായി തീർന്നു. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെയും ദാവീദ് പറയുന്നു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. ഇനിയും രണ്ടാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ദൈവ മനുഷ്യനായ ദാവീദ് എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ നിലവിളിക്കുന്നത്? രണ്ടാം വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അപ്പൊ എവിടെ കിടന്ന നിലവിളിച്ചേ? നാശകരമായ കുഴിയിൽ. രണ്ട്, കുഴഞ്ഞ ചേറ്റിൽ. സ്വോത്രം 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 സ്വോത്രം. ആമേൻ. ദാവീദ് പറയുന്നു, എന്റെ ജീവിതം നാശകരമായ കുഴിയിലും രണ്ട് കുഴഞ്ഞ ചേറ്റിൽ നിന്നും. ഞാൻ ഈ നാശകരമായ കുഴി എന്ന് പറഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തതാണ് നാശകരമായ കുഴി. രണ്ട് കുഴഞ്ഞ ചേറ്. നിങ്ങൾ ആ കുഴഞ്ഞ ചേറിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ സാധാരണയൊക്കെ നടന്നു പോവുകയോ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ ടയറോ, നമ്മളിനിയും പരിചയമില്ലാത്തൊരു സ്ഥലത്തോട് നടന്നു പോകണം, നമ്മുടെ കാല് ചിലപ്പോൾ ഒരു ചെളിക്കകത്തൊന്ന് അകപ്പെടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അകപ്പെടലുള്ളവരാണല്ലോ കേൾക്കുന്ന ദൈവമക്കൾ. എന്നാൽ കുഴഞ്ഞ ചേറെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണേ, കുഴഞ്ഞ ചേറിന്റെ പ്രത്യേകത, ഒരു കാലൊന്ന് പൊങ്ങി ഒന്ന് വരുമ്പോഴത്തേക്ക് മറ്റേ കാലെടുത്ത് ഒന്ന് ഉറപ്പിച്ച് ചവിട്ടാന്ന് വിചാരിക്കുമ്പോൾ അത് വീണ്ടും കാല് താന്നു പോവുകയാ. സ്വോത്രം 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 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ആശയം? ഒരു വിധത്തിലും കരകയറാൻ പറ്റാത്ത കുഴഞ്ഞ ചേറ്. ആർക്കും ഇടിപ്പിക്കാൻ കഴിയത്തില്ല. ആർക്കും ഇവനെ കുഴഞ്ഞ ചേറിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. ഈ കുഴഞ്ഞ ചേറ്റിനകത്ത് കിടന്നുകൊണ്ട് ഈ ദൈവമനുഷ്യൻ കിടന്ന് നിലവിളിക്കുക. സ്തോത്രം. അതാണ് രണ്ടാം വാക്യം. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ എന്ത് ചെയ്തു? കാത്തുകാത്തിരുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് കർത്താവ് അവനെ കൈപിടിച്ച്, സ്തോത്രം, എവിടെ നിർത്തി? കയറ്റി, എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എവിടെയായിരുന്നു? കുഴഞ്ഞ ചേറ്റിൽ, നാശകരമായ കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ. എന്നാൽ കർത്താവ് നിലവിളി കേട്ട് അവന്റെ കരത്തിൽ പിടിച്ച് അവനെ ഉയർത്തി നിർത്തിയ സ്ഥലമേതാ? പാറമേൽ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. പാറമേൽ. എന്താ ഈ പാറ? സ്വോത്രം സ്വോത്രം സ്വോത്രം. എനിക്ക് ഈ പാറയെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കാനുണ്ട്, ഒത്തിരി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ പാറ, സ്തോത്രം, മറ്റാരുമല്ല പ്രിയരെ. ഈ പാറ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു, നീ ആ പാറയൊന്ന് അടിക്കാൻ. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് വെള്ളമില്ലാതെ വന്നപ്പോൾ, മരുഭൂമിയിൽ വെള്ളമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഇസ്രായേൽ ജനം വല്ലാതെ പിറുപിറുത്തു. മോശ ദൈവത്തോട് ചോദിച്ചു, എന്ത് ചെയ്യും? ദൈവം പറഞ്ഞു, ദേ അവിടെ ഒരു പാറയുണ്ട്, ആ പാറയെ നീ അടിക്കണം. ഒന്നാമത് ദൈവം പറഞ്ഞു, ആ പാറയെ നീ അടിക്കണം. സ്തോത്രം. ആ പാറയെ അടിക്കുമ്പോൾ
ആ ചുട്ടുപഴുത്ത മണനാരുണ്യത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആമേൻ തീ പറക്കുന്ന പാറക്കകത്ത് നിന്ന് എന്റെ ജനത്തിന് കുടിപ്പാനുള്ള വെള്ളം ഞാൻ കൊടുക്കും. മോശ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതനുസരിച്ച് ആ പാറയെ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിച്ചു. തിരുവെടുത്ത് പറയുന്നു, ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ഇസ്രായേൽ ജനം കുടിച്ചു. സ്തോത്രം. അവർ മുമ്പോട്ട് യാത്ര ചെയ്തു. അല്പം കൂടെ മുമ്പോട്ട് പോയി. ആമേൻ. ഇത് പഴയ നിയമത്തിലെ ഒരു നിഴലായി നിൽക്കുന്ന വിഷയമാണ്. ആമേൻ. മോശയോട് മരുഭൂമി യാത്രയിൽ രണ്ടാമത് അവർക്ക് വെള്ളമില്ലാതെ വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞത്, നീ ആ പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത്. മോശ പഴയ അനുഭവം വെച്ച് അല്പം ദേഷ്യം, എന്താ ദേഷ്യം? ഇസ്രായേൽ ഇങ്ങനെ പിറുപിറുക്കുക, അവൻ പള്ളു പറയുക, കുറ്റം പറയുക, ഒറ്റപ്പെടുത്തുക, കല്ലെറിയാൻ തയ്യാറാകുക. അപ്പൊ മോശയ്ക്ക് അല്പം ദേഷ്യയോട് വന്നു. ദൈവം മോശയോട് പറഞ്ഞത്, നീ ആ പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത്. പക്ഷെ മോശ, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരികയില്ലയോ എന്ന് പറഞ്ഞ് ആ പാറയെ വീണ്ടും ആ മനുഷ്യൻ പോയി അടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ശുശ്രൂഷിക്കുന്നവരോട് പറയാം, ശുശ്രൂഷയിലായിരിക്കുന്നവരോട് പറയാം, മോശ പാറ അടിച്ചപ്പോ വെള്ളം പുറപ്പെടാതിരുന്നില്ല. വെള്ളം പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം കുടിച്ചു. പക്ഷേ അനുസരണക്കേട് കാണിച്ച മോശയ്ക്ക് ജീവനോടെ കനാൻ നാട്ടിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ശുശ്രൂഷയിലായിരിക്കുന്നവരെ, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ ദൂതിത, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ദൈവം പറയുന്ന പോലെ ശുശ്രൂഷിക്കണം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നുവോ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അവിടെയാണ് വിടുതൽ നടക്കുന്നത്. അവിടെയാണ് നാമം നിത്യതയിലേക്ക് കടന്നു പോകാനിടയായി തീരുന്നത്. മോശ വീണ്ടും ആ പാറയെ അടിച്ചു. പാറയെ അടിക്കാൻ പാടില്ല. ദൈവം പറഞ്ഞു, കൽപ്പിച്ചാൽ മതി. ഞാൻ എന്താ ഇത് പറയുന്നറിയാമോ? പഴയ നിയമത്തിൽ നിഴലായിരിക്കുന്ന ആ പാറ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എന്ന പാറ ഒരിക്കൽ മാത്രമാണ് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറിയുടെ കുലക്കളം വരെ അടിക്കപ്പെട്ടത്. എന്റെ കർത്താവ് എല്ലാ ദിവസവും അടിക്കപ്പെട്ടില്ല. തന്റെ 33.5 വർഷം മുഴുവൻ അടികൊള്ളുകയിലായിരുന്നു. ഒരിക്കൽ താൻ അടിക്കപ്പെട്ടു. ആമേൻ. ആ അടിക്കപ്പെട്ട, തകർക്കപ്പെട്ട, പിളർക്കപ്പെട്ട പാറയാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മരുഭൂമിയുടെ അവസ്ഥകൾ, ശൂന്യമായിരിക്കുന്ന അവസ്ഥകൾ, വരണ്ടിരിക്കുന്ന അവസ്ഥകൾ, അവൻ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകളെ നോക്കി നീ വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇനി പാറ അടിക്കണ്ട, ഇനി ആ പാറ അടിക്കപ്പെടണ്ട. വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിച്ചാൽ മതി. അതാ മോശയോട് പറഞ്ഞത്, ഇനി നീ പാറ അടിക്കണ്ട, ആ പാറയെ നോക്കി നീ കൽപ്പിച്ചാൽ മതി. റീമാന ശംഭന. ഇന്ന് രാത്രി പ്രതിസന്ധികളുടെ നടുവിലായിരിക്കും ദൈവത്തിന്റെ ജനമേ, പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കും ദൈവത്തിന്റെ ജനമേ, അടഞ്ഞ വാതിലുകളുടെ മുമ്പിലായിരിക്കും ദൈവത്തിന്റെ പൈതലേ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വാ തുറന്ന് നിങ്ങൾ കൽപ്പിക്കുക. അടഞ്ഞ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടായി തുറക്കപ്പെട്ടു വരും. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവതി ശക്തമായി വചനം അവൻ ദൈവത്തിന്റെ ആലോചനയെ ഇടപെടുകയാണ്. റാംക്ഷമനഗതന ജനാദിയന്തനായ അർദ്ധപ്രവൽ ഖമാനഗന്ധനായ ഉടകപ്രവൽ ഖമാനഗന്ധുരേ അക്ഷസ്ഖമാനഗത്തുര അതന പ്രവാരവക്ഷരസി. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വാ തുറക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ പ്രതികൂലം വേറൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടല്ല മാറുന്നത്, വേറൊരു ദൈവദാസി പ്രാർത്ഥിച്ചിട്ടല്ല മാറുന്നത്. നിങ്ങൾ തന്നെ വിശ്വാസത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വാ തുറന്ന് നിങ്ങൾ കൽപ്പിക്കൂ. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം, സകല രോഗത്തിനും മേലായ നാമം, സകല ശാപത്തിനും മേലായ നാമം, സകല ദുരാത്മാക്കൾക്കും മേലായ നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പോ ദാവീദ് എന്ന ദൈവമനുഷ്യൻ പറയാ, എന്നെ എന്റെ ദൈവം ഞാൻ കിടന്ന കുഴഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും എന്നെ കൈപിടിച്ച് പൊക്കി. എന്നെ എവിടെ നിർത്തി? മണ്ണിൽ നിർത്തിയെന്നല്ല, പിന്നെ ടൈൽസിൽ നിർത്തിയെന്നല്ല, ഗ്രാനൈറ്റിൽ നിർത്തിയെന്നല്ല, മാർബിളിൽ നിർത്തിയെന്നല്ല, പാറമേൽ നിർത്തി. സ്വോത്രം 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 സ്വോത്രം. പാറമേൽ നിർത്തിയിട്ട് അങ്ങ് പോയില്ല. അടുത്ത വാക്ക് എന്താ പറയുന്നത്? എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഉടക മനാധന ജനായ
അന്തന എന്റെ വായിൽ ദൈവം എന്ന പാട്ടാ ഞാൻ ഈ പാടുന്നത്. അർദ്ധപ്രബൽ ഘനാദര ജഗന അധുരാ ദിഗന്ധര രഗതന വൈദപ്രബൽ ഘനാദനായ. എനിക്കറിയത്തില്ല ഈ പാട്ട് എവിടുന്ന. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന പാട്ടാ, ഇത് സ്വർഗീയ പാട്ടാ. ഇതെന്റെ ദൈവത്തോട് ഞാൻ പാടി ആരാധിക്കുകയാ. കൂടാതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പാടി ആരാധിക്കുന്ന വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. സ്വോത്രം 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 സ്വോത്രം. ആ പാട്ട് എന്റെ കർത്താവിനെ പ്രകീർത്തിക്കുന്ന പാട്ടാണ്, യേശുവിനെ ഉയർത്തുന്ന പാട്ടാണ്, വിടുതൽ തന്ന നാമത്തെ ഉയർത്തുന്ന പാട്ടാണ്, യേശുവിന്റെ നാമത്തെ ആരാധിക്കുന്ന വിശുദ്ധിയുടെ നാമമാണ്. ഹല്ലേലൂയ. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. പലരും അത് കണ്ട്, നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ, 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. പലരും അത് കണ്ട് എന്ത് ചെയ്യും? ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എന്തോ ദൈവമക്കളെ, ഈ പുള്ളി കിടന്ന സ്ഥലം എവിടെയാ? നാശകരമായ കുഴി, 2 കുടഞ്ഞ ചേറ്. അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ തമ്പുരാൻ കൈപിടിച്ചുയർത്തി പാറമേൽ നിർത്തി വായിൽ പുതിയൊരു പാട്ട് കൊടുത്ത് ആ പാറപ്പുറത്ത് നിന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്നത് പലരും കണ്ടിട്ട് അവർ ഭയപ്പെട്ട്, അങ്ങനെ എഴുതിയിരിക്കുന്നേ, യഹോവയിൽ ആശ്രയിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന നന്മകളെ ജാതികൾ നിങ്ങൾ തകർന്നു ഇല്ല എന്ന്, അവൻ തകർന്നടിഞ്ഞു എന്ന് വിധി എഴുതിയവർ കണ്ടിട്ട് അവരും ദൈവത്തെ ഭയപ്പെടുവാൻ തക്ക രീതിയിൽ വലിയ ദൈവപ്രവർത്തികൾക്ക് ദൈവം മുഖാന്തരം ഒരുക്കും. അതാണ് സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. സ്തോത്രം. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. പ്രിയരെ, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊന്നും കൂടെ പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചന ദൂത് പോലെ പറയാം. രഹസ്യത്തിൽ നീ കരഞ്ഞു, രഹസ്യത്തിൽ നീ ആരാധിച്ചു, രഹസ്യത്തിൽ നീ ഉപവസിച്ചു, രഹസ്യത്തിൽ നീ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു, ആരും കണ്ടില്ല. പക്ഷേ ദൈവം നിനക്കൊരു മറുപടി തരുമുണ്ടല്ലോ. രഹസ്യത്തിലല്ല, അവൻ പരസ്യത്തിൽ അവൻ മറുപടി വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവർ കരം തട്ടി അല്പസമയം അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിന് മറുപടി, രഹസ്യത്തിൽ കരയുന്നതിന് മറുപടി, രഹസ്യത്തിൽ നീ ഉപവസിക്കുന്നതിന് മറുപടി പരസ്യത്തിൽ ദൈവം വെളിപ്പെടുത്തും. യെസ്. രഹബോത്ത് മിനിസ്ട്രിയുടെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസിയോട് പരിശുദ്ധാത്മ പറയുന്നു, നീ രഹസ്യത്തിൽ കരയുന്നത്, നീ രഹസ്യത്തിൽ ഉപവസിക്കുന്നത്, നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്, അതിന്റെ മറുപടി ദൈവം പരസ്യത്തിൽ വെളിപ്പെടുത്തും, പരസ്യമായി കൊണ്ടുവരും, പരസ്യവേദികളിൽ കൊണ്ടുവരും. പരസ്യമായി കർത്താവിനെ ഉയർത്താൻ വേദികൾ ദൈവം തുറന്നു തരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. രഹസ്യത്തിൽ നീ കരഞ്ഞത്, രഹസ്യത്തിൽ നീ ഉപവസിച്ചത്, രഹസ്യത്തിൽ നീ ആരാധിച്ചത്, രഹസ്യത്തിൽ ദൈവത്തിന് നെടുമ്പാട് വീണത് ആരും കണ്ടില്ല, പക്ഷെ കാണേണ്ടവൻ കണ്ടു. അവൻ പറയുന്നു, പരസ്യവേദികളിൽ കരം പിടിച്ചു നിന്നെ ഉയർത്തും. പരസ്യവേദികളിൽ, എന്നോട് ദൈവം പറയുന്നു, പരസ്യവേദികളിൽ കർത്താവിനെ ശക്തമായി ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ ഒരുക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. കുറിച്ചിട്ടോ, കർത്താവ് ചില കാര്യങ്ങൾ മുൻപിൽ ഒരുക്കുകയാണ്, ചില വാതിലുകൾ തുറക്കുകയാണ്. ശുശ്രൂഷയ്ക്കായി ചില വേദികൾ സ്വർഗത്തിന്റെ ദൈവം തുറന്നു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. ഇതുവരെ നിന്നിട്ടില്ലാത്ത, ഇതുവരെ കടന്നുപോയിട്ടില്ലാത്ത ചില മേഖലകളിൽ രാമ ഖമാന ഗന്ധന റിവൽഖനരഗതനായ കർത്താവിന്റെ ധീര സാക്ഷ്യം വഹിക്കാൻ അനേകർ ആ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ സ്പർശനം അനുഭവിപ്പാൻ, ദൈവീകമായ ആ അധികാരത്തിന്റെയും അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ ദാസിയുടെ മേൽ പകരുകയാണ്. യേശുവിൻ നാമത്തിൽ അത് പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. അപ്പോ നമ്മുടെ ചിന്ത 3 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. 1, 2, 3 വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോ കാത്തിരിക്കുക. നമ്മുടെ
ചിന്ത ഏതാണ്? കാത്തിരിക്കുക. ഇപ്പൊ ദാവീദ് എന്ന ദൈവ മനുഷ്യൻ കാത്തിരുന്നത് താനായിരിക്കുന്ന കുഴഞ്ഞ ചേറ്റിൽ നിന്നും, താനായിരിക്കുന്ന നാശകരമായ കുഴിയിൽ നിന്നും തനിക്കൊരു കര കയറണം, തനിക്ക് അവിടുന്ന് ഒരു ഉദ്ധാരണം വേണം. അതിനുവേണ്ടിയാണ് ദാവീദ് കാത്തിരുന്നത്. എന്നാൽ പുതിയ നിയമ ദൈവമക്കളായ നമ്മോടുള്ള ബന്ധത്തിൽ നാം കാത്തിരിക്കേണ്ടത് ഏത് വിഷയത്തിന് വേണ്ടിയാണ്? കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണ്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരാം. 3-ാം അധ്യായം 20-ാം വാക്യം, 20-21 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. പെട്ടെന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ച് എന്നെ സഹായിച്ചാൽ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. യെസ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കാത്തിരിപ്പ്. നമ്മുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നും കൂടെ ആ വാക്യം വായിക്കും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് രാത്രി ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഈ ലോകത്തിന്റെ ഒരു പൗരത്വം, അഥവാ ഇന്ത്യയുടെ ഒരു പൗരത്വം നമുക്കുണ്ട്. ഇന്ത്യക്കാരായിരിക്കുന്നവർക്ക് ഇന്ത്യയുടെ ഒരു പൗരത്വമുണ്ട്. ഇന്ത്യൻ പൗരനായതുകൊണ്ട് നമുക്കിവിടെ വിസ വേണ്ട. വേണോ? വേണ്ട. ഇന്ത്യൻ പൗരനായിരിക്കുന്ന നമുക്കിവിടെ ജീവിക്കാൻ വിസ വേണ്ട. ഇവിടെ നമുക്ക് ജീവിക്കാൻ പാസ്പോർട്ട് വേണ്ട. എവിടെ? ഇന്ത്യയിൽ ജീവിക്കാൻ. സ്തോത്രം. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, തൊട്ടടുത്ത ശ്രീലങ്കയിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത UAE-യിലേക്കോ അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്കോ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ നിശ്ചയമായി നമുക്ക് എന്തോ വേണം? പാസ്പോർട്ട് വേണം, 2 വിസ വേണം, പിന്നെ ടിക്കറ്റ് വേണം. നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോ ഇവിടെ പൗലോസ് പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ. ഈ നാം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിലാണ്. ക്രൂശിൽ തകർക്കപ്പെട്ട കർത്താവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച പൗലോസ് അടക്കം വിശുദ്ധന്മാരോട് പറയുന്നു, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയരെ, നിങ്ങൾക്ക് ഇതുവരെ സ്വർഗീയ പൗരത്വം ലഭിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധ റൂഹായെ പ്രാപിച്ച് ദൈവവചനത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സ്വർഗീയ പൗരത്വം. സ്വോത്രം, 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 സ്വോത്രം. നിങ്ങളുടെ വാക്യം ഒന്നും കൂടെ നോക്കിക്കേ. ആമേൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു, ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? എനിക്കൊരു പൗരത്വമുണ്ട്. ഈ ഇന്ത്യൻ പൗരനായിരിക്കുന്നത് പോലെ തന്നെ എനിക്ക് മറ്റൊരു പൗരത്വമുണ്ട്. ആമേൻ. ഞാൻ ഒന്നും കൂടെ ആത്മാവിൽ പറയാം. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ ഇവിടുന്ന് മരണം വഴി പുതിയ പൗരത്വത്തിലേക്ക് പ്രവേശിക്കുകയാ. എന്താ പുതിയ പൗരത്വം? അത് സ്വർഗീയ പൗരത്വമാണ്. സ്വോത്രം, 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 സ്വോത്രം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിത, ഇഷ്ടം പോലെ പണം ഉണ്ടായിരിക്കാം, പിടിപാടുകൾ ഉണ്ടായിരിക്കാം, നല്ല ജോലി ഉണ്ടായിരിക്കാം, നല്ല കഴിവുണ്ടായിരിക്കാം, നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കാം, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ മരണത്തിനപ്പുറത്ത് നിനക്കൊരു പൗരത്വം, സ്വർഗീയ പൗരത്വം നിനക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ വെച്ച് ജീവനോടിരിക്കുമ്പോൾ, മരണശേഷമല്ല, ജീവനോടിരിക്കുമ്പോൾ കാൽവറിയിൽ നിനക്ക് വേണ്ടി യാഗമായ കർത്താവുമായുള്ള ആഴമേറിയ അഭേദ്യമായ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നീ വരാതെ സ്വർഗീയ പൗരത്വം നിനക്ക് ലഭിക്കുകയില്ല. ഒന്നും കൂടെ പറയാം. ഞാനൊരു ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് പാസ്പോർട്ട് വേണം, എനിക്ക് വിസ വേണം, എനിക്ക് ടിക്കറ്റ് വേണം. ഇതുപോലെ
സ്വർഗീയ പൗരത്വം ലഭിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുവിനെ വ്യക്തിപരമായി കർത്താവായി രക്ഷിതാവായി ദൈവമായി അവൻ അംഗീകരിച്ച് അവിടുത്തെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് അവിടുത്തെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവർക്ക് സ്വർഗം ദാനമായി നൽകുന്നതാണ് സ്വർഗീയ പൗരത്വം. ഇത് കുലപരമായി കുടുംബപരമായി പാരമ്പര്യമായി കിട്ടുന്ന ഒന്നല്ല. ഇത് തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും. സ്തോത്രം. ആമേൻ. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ആമേൻ ജീവനുള്ള ദൈവത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ അന്ധതയിലും അന്ധകാരത്തിലും ഇരുട്ടിലും ഞാൻ തപ്പിത്തടഞ്ഞു. എന്നാൽ അതിന്റെ നടുവിൽ യേശു എന്ന രക്ഷകനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. എന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. എന്റെ പാപ വഴികളെ ഉപേക്ഷിച്ചു. യേശുവിനായി എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു. ഹല്ലേലൂയ. അവൻ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ഞാൻ പരിശുദ്ധ റൂഹായെ പ്രാപിച്ചു. ഇന്ന് ഞാൻ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് കർത്താവിന്റെ വേല ചെയ്ത് അവൻ സ്വർഗീയ പൗരത്വത്തിലേക്ക് ഞാൻ ഓരോ ദിവസവും നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഇവിടുത്തെ മൂക്കിലെ ശ്വാസം തീർന്നാൽ, ഇവിടെ എന്റെ കണ്ണടയുമ്പോൾ സ്വർഗീയ പൗരത്വം ലഭിച്ച എനിക്ക് നിത്യതയിൽ എന്റെ കണ്ണ് തുറക്കപ്പെടുകയാണ്. രാത്രി ഈ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട്, നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ സ്വർഗത്തിലാകുന്നു എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് അപ്പോഴും ഭൂമിയിലാണ്. സ്തോത്രം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കിവിടെ രണ്ട് പൗരത്വമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് രണ്ട് പൗരത്വമുണ്ട്. ഒന്ന്, നാം ആയിരിക്കുന്ന രാജ്യത്തിന്റെ പൗരത്വം. രണ്ട്, നാം കടന്നു പോകാനുള്ള രാജ്യത്തിന്റെ പൗരത്വം. സ്തോത്രം. ഇത് മറക്കരുത്. ഇതൊരു അല്പം ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണ്. നമുക്ക് രണ്ട് പൗരത്വമുണ്ട്. ഒന്ന്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പൗരത്വം. ഈ ഭൂമി ഇവിടെ വിട്ടാൽ, ഈ ഭൂമിയിൽ നാം ഇവിടുന്ന് കടന്നുപോയാൽ നമുക്ക് മറ്റൊരു പൗരത്വമുണ്ട്. അത് സ്വർഗീയ പൗരത്വമാണ്. ഞാൻ ആത്മാവിൽ ദൂത് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. സ്വർഗീയ പൗരത്വം ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, നീ ഭൂമിയിലായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഉള്ളത് മുഴുവൻ ആ പൗരത്വം തന്ന കർത്താവിന്റെ പക്കൽ നിന്നാണ് നിനക്കുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്. സോദരം 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 സോദരം. എനിക്ക് സ്വർഗീയ പൗരത്വം തന്ന എന്റെ കർത്താവിന്റെ പക്കൽ എന്തിനെങ്കിലും കുറവുണ്ടോ? സ്തോത്രം. ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള എന്റെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ ആ വീണ്ടെടുപ്പുകാരനായ കർത്താവുമായുള്ള ആഴമേറിയ അഭേദ്യമായ ബന്ധത്തിൽ നീ മുൻപോട്ട് പോകുമ്പോൾ, സ്തോത്രം, നിന്റെ ഒരാവശ്യത്തിനും കുറവ് വരാതെ സ്വർഗീയ പൗരനായിരിക്കുന്ന നിന്നെ ജയത്തോടെ നടത്താൻ ദൈവം മതിയായവനാണ്. ഞാൻ ഒന്നുകൂടെ ഉദാഹരണത്തിന് പറയാം. ഞാന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നൊരു സഹോദരൻ, ഞാനാണ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയത്. അദ്ദേഹം ഇന്ത്യയുടെ പൗരനായി, ഇന്ത്യയുടെ അംബാസിഡറായി ഇറ്റലിയിൽ ജോലി ചെയ്യുകയാണ്. ഇന്ത്യയുടെ അംബാസിഡറായി ഇറ്റലി ജോലി ചെയ്യുക. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അദ്ദേഹം പറഞ്ഞു, എന്റെ കാര്യങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെന്റ് എനിക്ക് വേണ്ടി എല്ലാ പ്രൊട്ടക്ഷനും, എനിക്ക് വേണ്ടി എല്ലാ സാലറിയും. ഞാൻ ഇന്ത്യയിലല്ല ജീവിക്കുന്നത്, ഇറ്റലിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഇന്ത്യയുടെ അംബാസിഡറായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നത്, ഇന്ത്യയുടെ പ്രതിപുരുഷനായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നത്. എനിക്കുള്ളത് മുഴുവൻ ഇന്ത്യ രാജ്യമാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിയരെ, ഞാനും നിങ്ങളും സ്വർഗീയ പൗരത്വം സ്വീകരിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്റെ കർത്താവ് പറയുന്നു, നിനക്കുള്ളത് മുഴുവൻ ഞാൻ കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നിങ്ങൾക്കുള്ളത് ഇന്ന് രാത്രി എന്തൊക്കെയോ വിഷയത്തിൽ ആകുലപ്പെടുന്ന ചിലരുണ്ട്. എന്റെ ഭാവി എന്താകും, എന്റെ നാളെ എന്താകും, എന്റെ ജീവിതം എന്താകും? പ്രിയരെ, എന്റെ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വർഗീയ പൗരത്വത്തിൽ നിങ്ങൾ മുൻപോട്ട് ദൈവിക പൗരനാണ്. ദൈവിക പൗരത്വം എനിക്കുണ്ട്. ഞാനൊരു ദൈവമകനാണ്, ദൈവമകളാണ്. ആ സാക്ഷ്യം നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ ആ കർത്താവിനോട് ചേർന്ന് നിന്നാൽ, ആമേൻ,
നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്കൊന്നിനും ഒരു കുറവ് വരാൻ അനുവദിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ മനസ്സുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇവിടെ നമ്മുടെ പൗരത്വമോ, നിങ്ങളെ വാക്യം ശ്രദ്ധിച്ച്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നിങ്ങളെ വാക്യം അല്പം ആഴമുള്ള ഒരു വചനഭാഗമാണ്. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചു ഒന്നും കൂടെ. രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പം രക്ഷിക്കപ്പെട്ടു, കേൾക്കണമേ, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. 3 തലങ്ങളുണ്ട്. 1, രക്ഷിക്കപ്പെട്ടു. 2, ഈ രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ നമ്മൾ സംഭവിക്കുന്നത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പൂർണ്ണത എപ്പോൾ? ഒന്നുകിൽ നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ഇവിടെ നിന്ന് മരണത്താൽ മാറ്റപ്പെടുമ്പോൾ എന്ത് പൂർണ്ണമാകും? രക്ഷ പൂർണ്ണമാകും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം എന്ത് ചെയ്തിരിക്കുന്നു? രക്ഷ പൂർണ്ണമായിട്ടില്ല കേട്ടോ. രക്ഷയുടെ പൂർണ്ണത വെളിപ്പെടുന്നത് ഒന്നുകിൽ നമ്മുടെ മരണസമയത്ത്, അത് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ കയറി, അതല്ലെങ്കിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന. വാക്യം വളരെ ശക്തിയേറിയ വചനമാണ് കേട്ടോ. അവൻ സകലവും സമസ്ത മേഖലകളിൽ തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. അതാരാ? ശക്തനായ പരിശുദ്ധാത്മാവിനെ കൊണ്ട്, പ്രിയനായ പരിശുദ്ധാത്മാവിനെ കൊണ്ട്. ആ വാക്യം ശ്രദ്ധിച്ച്, സകലതും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. കേട്ടോണേ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ കാത്തിരിക്കുന്ന ദൈവവൈതലേ, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവവൈതലേ, രൂപാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവവൈതലേ, കാഹളം ധ്വനിക്കുവാൻ കാത്തിരിക്കുന്ന ദൈവവൈതലേ, എനിക്ക് നിങ്ങൾക്കുമുള്ള വാഗ്ദത്തം കേട്ടണം. ആമേൻ. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, ആമേൻ, തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആരെ രൂപാന്തരപ്പെടുത്തുന്നേ? തന്റെ വ്യാപാര ശക്തി കൊണ്ട്. എന്താ ഈ വ്യാപാര ശക്തി? അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. ശക്തനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ, ഈ മൺമയമായ ശരീരത്തെ വിൺമയ ശരീരമാക്കി മാറ്റുന്നത്. കാത്തിരിക്കുന്ന നമുക്ക്, ഞാൻ സാധാരണ ഇതിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാറുള്ളത്, ഈ പുതുമഴ പെയ്യുന്ന സമയത്ത് ഈ ചെതൽ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചെതല്, ഉറുമ്പ് പോലെ നടക്കുന്ന ഒരു സാധനം ചെതല്. പുറ്റുകൾ ഉണ്ടാക്കി, മൺപുറ്റുകൾ ഉണ്ടാക്കി അതിനകത്ത് താമസിക്കുന്നതാണ് എന്ത്? ചെതല്. അതിങ്ങനെ ഉറുമ്പ് നടക്കുന്ന പോലെ ചിലപ്പോ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. പക്ഷെ പുതുമഴ പെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചെതലുകൾക്ക് ചിറക് എവിടുന്നാന്ന് അറിയത്തില്ല, ചിറക് വരും. ചിറക് വന്ന് ഇതുമല്ലേ അതുവരെ ഭൂമിയിലൂടെ ഉറുമ്പ് എഴയുന്നത് പോലെ എഴഞ്ഞെഴഞ്ഞ് നടന്ന സാധനം മെല്ലെ പറക്കാൻ തുടങ്ങുക ഒരു പുതുമഴ പെയ്തപ്പോൾ. ഞാൻ ദൈവമക്കളോട് പറയാം, കാഹളം ധ്വനിക്കുമ്പോൾ എന്റെ വിശ്വാസം പറയാം, ഈ കൈയുള്ളിടത്ത് 2 ചിറകായി മാറും രൂപാന്തരം വരുമ്പോ. മേൽ കാഹളം ധ്വനിക്കുമ്പോൾ ഈ മൺമയമായ കൈകൾ വിൺമയമായി ചിറകുകളായി മാറും. ഈ അന്തരീക്ഷ മണ്ഡലങ്ങളെ താണ്ടി, അവൻ മേഘപാളികളെ താണ്ടി നമ്മുടെ പ്രാണപ്രിയന്റെ അടുക്കലേക്ക് നമ്മെ പറന്ന് കൊണ്ടുപോകുമാറാക്കുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തിയാണ്. നാം കാത്തിരിക്കുന്നത്, വിശുദ്ധന്മാർ കാത്തിരിക്കുന്നത് മറ്റെന്തിനേക്കാളധികമായി കർത്താവിന്റെ വരവിന് വേണ്ടിയാണ്. അല്ലെ? ദാവീദ് കാത്തിരുന്നത് കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും അവിടെ നിന്നു കരകയറുവാൻ വേണ്ടി കാത്തിരുന്നു. തന്റെ കാത്തിരിപ്പിന് മറുപടി ഉണ്ടായി. തന്റെ കൈപിടിച്ചുയർത്തി പാറമേൽ നിർത്തി, വായിൽ പുതിയ പാട്ട് കൊടുത്തു. സ്തോത്രം.
പുതിയ നിയമ ദൈവസഭയോട് പറയുന്നു, നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുവാൻ നാം കാത്തിരിക്കുന്നവരാ, അല്ലെ? സ്തോത്രം. ആമേൻ. കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാത്തിരിപ്പ് വൃഥാവാകത്തില്ല. സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നു. പ്രകൃതി നമ്മെ വിളിച്ചറിയിക്കുന്നു. വൈറസ് നമ്മെ വിളിച്ചറിയിക്കുന്നു. രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. നാം ഇവിടുന്ന് പറന്നു പോകാറായി. നമ്മുടെ കർത്താവ് വരാറായി. പ്രിയരെ, അവിടുത്തെ വരവിന് വേണ്ടി നമുക്കൊന്നുകൂടെ ഒരുങ്ങാം. സ്തോത്രം. ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യത്തിൽ ആമേൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. ഞാന് പൗരത്വം എന്ന വിഷയം ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഈ പൗരത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, ശക്തനായ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്നാണ് കർത്താവ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ആ വാക്യം വായിക്കാമോ? അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ ചിന്താവിഷയം ഇതാണ്, കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ. സ്തോത്രം. ദാവീദ് കാത്തിരുന്ന വിഷയം നമ്മൾ ചിന്തിച്ചു. ഫിലിപ്പി ലേഖനത്തിൽ പുതിയ നിയമ ദൈവസഭ കർത്താവിന്റെ വരവിന് വേണ്ടി, അഥവാ ആ പൗരത്വം പൂർണ്ണമായി പ്രാപിക്കേണ്ടതിന് കാത്തിരിക്കുക. അങ്ങനെ പൗരത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭയോട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കാത്തിരിക്കാൻ. അതാണ് ഈ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, പൗരത്വം ലഭിച്ചവർ കാത്തിരുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവർ കാത്തിരുന്നു. യേശുവിനെ വിശ്വസിച്ചവർ കാത്തിരുന്നു. സ്തോത്രം. കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെയാണ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഇത് കാത്തിരിപ്പിന്റെ ഒരു മറുപടിയാ കേട്ടോ. അവർ കാത്തിരുന്നതിന്റെ മറുപടിയാണ് ഈ 2-ാം അധ്യായം 4-ാം വാക്യം. അവരെല്ലാവരും കാത്തിരിക്കുക. എന്തിനു വേണ്ടി? യേശു പറഞ്ഞത് പ്രാപിക്കാനായി കാത്തിരിക്കുകയാ. എത്രയോ ദിവസങ്ങളായി കാത്തിരിക്കുന്നു. ഏകദേശം 9 ദിവസങ്ങൾ കാത്തിരുന്നു. കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന് നിവർത്തിക്ക് വേണ്ടി 9 ദിവസം ക്ഷമയോടെ കാത്തിരുന്നു. 10-ാം ദിവസം അവരുടെ കാത്തിരിപ്പിന് മറുപടി ഉണ്ടായി. അതാണ് ആമേൻ 2-ാം അധ്യായം 4-ാം വാക്യം. എല്ലാവരും ഒന്ന് വാതുറന്ന് എല്ലാവരും എന്ന് പറഞ്ഞ്, എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും, സഭയിലുള്ള എല്ലാവരും. എത്ര സന്തോഷമാ! എല്ലാവരും പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പം നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നവരുമാണെങ്കിൽ ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ള വീടിനകത്ത് വലിയ കലഹം ഉണ്ടാകുകയില്ല. എല്ലാവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരും എല്ലാവരും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരുമാണെങ്കിൽ വീടിനകത്ത് ശണ്ട ഉണ്ടാകുകയില്ല, ഇടർച്ച ഉണ്ടാകുകയില്ല, ഭിന്നത ഉണ്ടാകുകയില്ല. സഭകൾക്കകത്തും എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നവരും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരുമാണെങ്കിൽ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. സ്തോത്രം. മനസ്സിലാക്കുന്നവരൊന്നു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ സഭകളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ആമേൻ വ്യക്തികളിൽ നിയന്ത്രണം ഏറ്റെടുത്താൽ അവിടെ കലഹമല്ല, സമാധാനത്തിന്റെ ദൈവം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഡിവൈസിൽ പ്രമീള എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണുന്നു.
പരിശുദ്ധാത്മാവിനെ ഞാൻ ദൈവത്തിന്റെ ദൂത് പറയുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുക, പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുക. പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടാൽ, ആമേൻ, ഇന്ന് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് എടുത്തു പറയുന്നു, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. പ്രതികൂലത്തിന്റെ മുമ്പിൽ പതറരുത്, തളരരുത്. പരിശുദ്ധാത്മാവിനോട് പറ, എനിക്ക് തനിയെ കഴിയത്തില്ല, അങ്ങനെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് സഹോദരി പ്രമീളയോട് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ വലിയ മല പോലുള്ള വിഷയം, പർവ്വതം പോലുള്ള വിഷയം, അത് സമഭൂമിയായി തീരും. സെരുബാബേലിനോട് പറഞ്ഞ അതേ ദൂത് പറയുകയാണ്. കൃപാ കൃപാ എന്നാർപ്പോടെ ആണിക്കല്ല് കയറ്റും. അത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനെ തന്നെ. പ്രതികൂലമല്ല സഹോദരി വലുത്, നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അല്ല വലുത്, നിന്റെ മേൽ ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ് വലുത്. അവനെന്ന് രാത്രി പ്രമീള എന്ന സഹോദരിയുടെ ദൈവാത്മാവിൻ ദൂത് പറയുന്നു, പതറരുത്, ധൈര്യമായിരിക്കൂ. നിന്നോടൊപ്പം നിന്നേക്കാൾ ശക്തനായ കരുത്തനായ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. മറിയ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ദൂത സഹോദരി പ്രമീളയോട് പറയുന്നു. മറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാൽ ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞ ഒറ്റ മറുപടി പ്രമീളയോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒറ്റ മറുപടിയുള്ളൂ. ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ ലഭിക്കും, ഇതെങ്ങനെ ഉണ്ടാകും? ഒറ്റ മറുപടി ദൂതൻ പറഞ്ഞു, ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിന്റെ പ്രോബ്ലം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് വിഷയം ഏറ്റെടുത്താൽ സഹോദരി, നീ ഇനി ആ വിഷയത്തിൽ കരയണ്ട, ആ വിഷയത്തിൽ നീ ദുഃഖിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും, ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഹോദരി പ്രമീളയോട് ദൈവത്തിന്റെ ആലോചനയായി ഇന്ന് രാത്രി ഇടപെടുകയാണ്. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. ഞാൻ ആ വചനഭാഗത്തേക്ക് കടന്നു വരുന്നു. പ്രവർത്തികളുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ അവർ കാത്തിരുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ആ കാത്തിരിപ്പിന്റെ മറുപടിയാണ് 2-ാം അധ്യായം 4-ാം വാക്യം. ആമേൻ. കാത്തിരുന്നവരാരും ലജ്ജിച്ചു പോയില്ലെന്നേ. കാത്തിരുന്നവർ കുറച്ചു പേർക്ക് കിട്ടിയെന്നല്ല, ആണോ? 2-ാം അധ്യായം 4-ാം വാക്യം കുറച്ചു പേർക്ക് കിട്ടിയെന്നാണോ? കാത്തിരുന്ന സകലരുടെ മേലും തിരുസന്നിധിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി. എല്ലാവരും, അല്ലേ? എത്ര സന്തോഷകരമായ അനുഭവം. എല്ലാവരും, താങ്ക് യു ഹോളി ലോർഡ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പ് നൽകിയതുപോലെ അന്യഭാഷകളിൽ കാത്തിരുന്നതിന്റെ മറുപടി ഏതായിരുന്നു? അവരുടെ കാത്തിരിപ്പ് വൃഥാവായില്ല. ദാവീദ് കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും കാത്തിരുന്നു. തന്നെ കൈപിടിച്ചുയർത്തി പറവൻ നിർത്തി. ഉദയനിമ ദൈവസഭയോട് പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വേണം എന്ത് ചെയ്യാൻ? കാത്തിരിക്കാൻ. പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് ഈ സന്ദേശം പോകുന്നത്. ദൈവം അങ്ങനെയാണ് നമ്മളെ നടത്തുന്നത്. വെറുതെ കാത്തിരിക്കരുത്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരുന്നാൽ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്? 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. കേട്ടോ? കാത്തിരിക്കുക.
പൗരത്വം ലഭിച്ച നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കാത്തിരിക്കുന്നത് എങ്ങോട്ട് പോകാനാ? അതാ ഇപ്പോൾ നമ്മൾ പത്രോസ് ലേഖനത്തിൽ വായിച്ചത്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. പുതിയ ആകാശം, പുതിയ ഭൂമിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ വാക്യം? എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഓ മൈ ഗോഡ്! നമ്മുടെ കാത്തിരിപ്പ് വൃഥാവല്ല കേട്ടോ. അന്ന് കാത്തിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങിയെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയരെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പുതിയ ആകാശം, പുതിയ ഭൂമിയുണ്ട്. സ്തോത്രം! ഈ ആകാശം, ഈ ഭൂമി മാറിപ്പോകും. ഇവിടെ നമ്മൾ എത്ര ഉറപ്പുള്ളത് പണിതാലും ഇതെല്ലാം മാറിപ്പോകും, ഇതെല്ലാം തകർന്നടിയും. കർത്താവിനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നേ. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ട്. യൂദാ എഴുതിയ ലേഖനം ഒരു ലേഖനമേ ഉള്ളൂ, ഒരു അധ്യായമേ ഉള്ളൂ. അതിന്റെ 20-21 വാക്യങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ കേട്ടോണേ, വാക്യം ശ്രദ്ധിക്കണം. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. യൂദാ ഒരു ലേഖനം എഴുതിയുള്ളൂ, ഒരു അധ്യായമേ ഉള്ളൂ. യേശുവിന്റെ സഹോദരനായ യൂദയാട്ടോ, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദയല്ല, യേശുവിന്റെ സഹോദരനായിരിക്കുന്ന യൂദ. ആ യൂദ എഴുതിയ ആ ഒരു അധ്യായത്തിൽ, ആ ഒരു ലേഖനത്തിൽ, അതിന്റെ 20-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി. എങ്ങനെയാണ് ആത്മീയ വർധന വരുന്നത്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആത്മീക വർധനവ് ഉണ്ടാകുന്നു. വ്യക്തിപരമായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, അങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആരും അറിയാത്ത വിധത്തിൽ അവരുടെ ആത്മമണ്ഡലത്തിൽ വലിയ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കും. ചൂടാകമാനഹതനഹസ്തനായ ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ ഭക്തന്മാരോട് ബന്ധത്തിൽ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഒന്നുകൂടെ ദേവദാസിയ വാക്യം വായിക്കാമോ? 21-ാം വാക്യം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ എങ്ങോട്ടാ പോകുന്നത്? പ്രാർത്ഥിച്ച് 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 നിത്യ ജീവനിലേക്ക്. ഹല്ലേലൂയ! ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടാണ്, അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ വചനം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ എങ്ങോട്ടാ കയറുന്നത്? നിത്യ ജീവനിലേക്ക്. ഇന്ന് ജീവനുണ്ട്, നമുക്കിനി ലഭിക്കാൻ പോകുന്ന എന്താ? നിത്യജീവൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് ലോകത്തിൽ ആർക്കും ജീവൻ തരാൻ ഒരുപക്ഷെ ഈ ലോകത്തിന് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം ജീവൻ തരാൻ, മരുന്നുകൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ജീവൻ തരാൻ കഴിയും. പക്ഷെ നിത്യജീവൻ തരാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിത്വമില്ല, അത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയരെ, ഈ ജീവനേക്കാൾ വലുതാണ് നിത്യജീവൻ. അതുകൊണ്ട് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തത്? നിത്യജീവനെ പ്രാപിപ്പാൻ ഈ ലോകത്തിലെ ജീവിതത്തെ അവർ വലുതായി കണ്ടില്ല. സോദരം, 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 സോദരം. ഈ ജീവൻ അവരെന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി എറിഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടി? നിത്യജീവൻ പ്രാപിക്കേണ്ടത്. പ്രിയരെ, ഈ ജീവിതത്തിന് വേണ്ടി നിത്യജീവനെ ആരും കളയരുത് കേട്ടോ. ഒന്നും കൂടെ പറയാം, മനസ്സിലാകേണ്ടതിന് പറയാം.
ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി, ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി, ജഡികമായ സുഖങ്ങൾക്ക് വേണ്ടി നിത്യജീവനെ ആരും തള്ളിക്കളയരുത്. നിത്യജീവനെ നാം പ്രാപിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ താൽക്കാലികമായി ചിലതിനെ തള്ളിക്കളഞ്ഞാൽ അത് നഷ്ടമല്ല. മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നമുക്ക് ഏറ്റവും വലുത് നിത്യജീവനാണ്. അതാർക്ക് ലഭിക്കും? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് ജീവിത വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാണ് നിത്യജീവൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ നിത്യജീവനെ പ്രാപിക്കുവാൻ കൊതിയോടെ സമർപ്പിക്കപ്പെട്ട ദൈവമനുഷ്യൻ പറയുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. 4-ാം വാക്യം വരെ വായിച്ചില്ലയോ? സ്തോത്രം. ആ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്ന എങ്ങനെയാണ്? ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ 39ഓളം ഡിവേഴ്സുകളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സ്തോത്രം, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. സ്തോത്രം. സ്വർഗീയമായത്, ശാശ്വതമായത്, നിലനിൽക്കുന്നത്, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്തത്, സ്തോത്രം, പുഴുവും തുരുമ്പും കെടുത്തിക്കളയാത്തത്, അതാണ് ഉയരത്തിലുള്ളത്. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഭൂമിയിലുള്ളതെല്ലാം മോഷ്ടിക്കപ്പെടും കേട്ടോ. അറുക്കുവാനും മുടിക്കാനും കടന്നു വരുന്ന കള്ളൻ പലതും കൊണ്ടുപോകും. സ്തോത്രം. കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുന്നതാണ്. അവൻ പുഴുവും തുരുമ്പും കെടുത്തിക്കളയുന്നതാണ് ഈ ഭൂമിയിലുള്ളതല്ല. പക്ഷേ നാം കാത്തിരിക്കേണ്ടത് ഈ ഭൂമിയിലുള്ളതിനു വേണ്ടിയല്ല, ഉയരത്തിൽ നിന്നും എന്റെ കർത്താവ് എന്താണോ എന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ സൂം മീറ്റിംഗിലൂടെ ആമേൻ ഹല്ലേലൂയ, എന്താണോ കർത്താവിന് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ പകരാനുള്ളത്, ഉയരത്തിൽ നിന്നും അവിടുത്തെ ജ്ഞാനത്തെ എന്റെ മേലൊന്ന് പകരണമേ. ശിരസിന്മേൽ കരം വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും നിങ്ങളുടെ അവൻ വിശ്വസിക്കുന്നവർ മാത്രം അവരുടെ ശിരസിലേക്ക് കരം വെച്ചിട്ട് ഉയരത്തിലെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ, ഉയരത്തിലെ വെളിപ്പാടിനെ നിറയ്ക്കണമേ, ഉയരത്തിലെ അധികാരത്തിൽ നിറയ്ക്കണമേ, ഉയരത്തിലെ വചനത്തിൽ നിറയ്ക്കണമേ, ഉയരത്തിലെ ആത്മാവിനാൽ നിറയ്ക്കണമേ. രാമ നമ ധര അമ്പന റമന. ഉയരത്തിലെ കൃപാവരങ്ങളെ നിറയ്ക്കണമേ, ഉയരത്തിലെ വെളിപ്പാടിനാൽ നിറയ്ക്കണമേ, ഉയരത്തിലെ വചനത്താൽ നിറയ്ക്കണമേ. ആമേൻ. ഭൂമിയിലുള്ളതല്ലെന്ന്, ഭൂമിയിലുള്ളത് രക്ഷിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടെന്നേ, കോടാനുകോടി ജനമുണ്ട്. നമ്മെ ചങ്കിലെ ചോര കൊടുത്ത് വിലക്ക് വാങ്ങിച്ച ഉയരത്തിലുള്ളവൻ നമ്മോട് പറയേ, കുഞ്ഞേ, നീ ഭൂമിയിലുള്ളത് അന്വേഷിക്കേണ്ട, ഭൂമിയിലുള്ളത് ഞാൻ നിനക്ക് തന്നോളാം. നീ അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ദൂത് മനസ്സിലാകുന്നുണ്ടോ? പിശാച് വളരെ തന്ത്രപൂർവ്വം ഇന്ന് പല മെസ്സേജുകളിലൂടെ, പല പ്രഭാഷകന്മാരിലൂടെ ഭൂമിയിലുള്ളതിലേക്ക് അവരുടെ കണ്ണുകളെ കൊണ്ടുപോവുകയാ. ഭൗതികമായതിലേക്ക്, മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലേക്ക് കൊണ്ടുപോവുകയാ. ഭൗതികമായതിലേക്ക് അവരുടെ കണ്ണുകൾ ഭൂമിയിലുള്ളതേക്ക്. നോ, കാഴ്ചപ്പാടുള്ള ദൈവമനുഷ്യൻ പറയുക, ഭൂമിയിലുള്ളതല്ല, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തെ ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്. ഉയരത്തിലുള്ളത് എന്താ? ഉയരത്തിലുള്ളത് അധികാരമാണ്, ഉയരത്തിലുള്ളത് അഭിഷേകമാണ്, ഉയരത്തിലുള്ളത് പരിജ്ഞാനമാണ്, ഉയരത്തിലുള്ളത് അധികാരമാണ്. രാമനാഥരായ ആമേൻ. നിരത്ര വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഒരു ജ്ഞാനത്തിന്റെ കൈമാറ്റം, ഒരു അധികാരത്തിന്റെ കൈമാറ്റം, ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം, ഒരു ദൈവകൃപയുടെ കൈമാറ്റം, വെളിപ്പാടുകളുടെ കൈമാറ്റം, കൃപാവരങ്ങളുടെ കൈമാറ്റം. ഓ ഇത് കോളേജിൽ നിന്ന് ലഭിക്കുന്നതല്ല, ഇത് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതല്ല. ആമേൻ. ഇത് ഉയരത്തിൽ നിന്നും സ്വർഗത്തിന്റെ ഗിഫ്റ്റ് ആണ്. ആമേൻ. സ്വർഗീയ ജ്ഞാനം. അത് പൗലോസ്
നിങ്ങൾ ഈ 1 കൊരിന്ത്യർ ലേഖനം അതെ 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 2-ാം അധ്യായം 1-2 അധ്യായമൊക്കെ വായിച്ചാൽ പൗലോസ് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായതിനെ ദൈവം തെരഞ്ഞെടുത്തു, എന്നിട്ട് സ്വർഗീയ ജ്ഞാനം കൊണ്ട് ദൈവം അവരെ നിറച്ചു. ആരെ? ഭോഷന്മാരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് സ്വർഗീയ ജ്ഞാനം കൊണ്ട് ദൈവം നിറച്ചു. അവൻ കഴിവില്ലാത്തവനെ തിരഞ്ഞെടുത്തിട്ട് സ്വർഗീയ കഴിവ് കൊണ്ട് ദൈവം നിറച്ചു. അവൻ യാതൊരുവിധ പ്രാപ്തിയില്ലാത്തവനെ ദൈവം തെരഞ്ഞെടുത്ത സ്വർഗീയ പ്രാപ്തി കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉയരത്തിൽ നിന്നുള്ളതാ. എന്റെ കഴിവ് കൊണ്ട്, എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ കുടുംബ മഹിമ കൊണ്ട്, എന്റെ അപ്പച്ചൻ്റെത്, എന്റെ അമ്മച്ചിയുടേത്, അല്ലെ എന്റെ പാരമ്പര്യം, ആർക്കും ഇവിടെ പ്രശംസിപ്പാനില്ല. ഇത് ഉയരത്തിലെ ജ്ഞാനമാണ്, ഇത് ഉയരത്തിലെ കൃപയാണ്, ഇത് ഉയരത്തിലെ അഭിഷേകമാണ്, ഇത് ഉയരത്തിലെ വെളിപ്പാടാണ്. മനസ്സിലാക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, അതാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതിനു വേണ്ടി കാത്തിരിപ്പീൻ, ഉയരത്തിൽ നിന്ന് കൃപ പ്രാപിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു 1-2 വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം ഇടാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. നാം കാത്തിരിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നു ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അടുത്ത വാക്ക് അവൻ അവരോടുകൂടെ വസിക്കും. അവൻ അവരോടുകൂടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ, അവൻ അവരോടുകൂടെ, നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ വസിക്കും. അടുത്ത വാക്ക് അവർ അവന്റെ ജനമായിരിക്കും. അവർ അവന്റെ ജനമായിരിക്കും. അടുത്ത വാക്ക് ദൈവം താൻ അവരുടെ ദൈവമായി. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. കാത്തിരുന്ന് കണ്ണുനീരോടെ എന്റെ കർത്താവ് എന്ന് വരും, എന്റെ പ്രശ്നത്തിന് എന്ത് പരിഹാരം ഉണ്ടാകും, എന്റെ വിഷയങ്ങൾക്ക് എങ്ങനെ വിടുതലുണ്ടാകും. കാത്തിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി ഒരു പ്രവചന ദൂത് പോലെ പറയുന്നു, എന്റെ കർത്താവ് നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾക്ക് ഇന്ന് രാത്രി വിരാമം ഇടുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, എന്റെ കർത്താവ് ഒരു വിഷയത്തിൽ നമ്മുടെ കണ്ണുനീർ തുടച്ചാൽ, ഞാൻ അതിന്റെ പ്രവചനത്തിന് 2 വിധത്തിൽ നിവൃത്തിയുണ്ട്. ഭാഗിക നിവൃത്തിയുണ്ട്, പൂർണ്ണ നിവൃത്തിയുണ്ട്. സ്തോത്രം. ഭാഗിക നിവൃത്തി, ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കരഞ്ഞ വിഷയം ഏതാണോ അതിനുമേൽ കർത്താവിന്റെ കരം ചലിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ അതിന് ഒരു വാക്യം കൂടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ആമേൻ, നയിൻ എന്ന പട്ടണത്തിൽ ഒരു വിധവ, അവൾ വല്ലാതെ കരയുകയാണ്. അവൾ കരയുന്ന അവിടെ കുഞ്ഞിന്റെ മരണമാണ് അവൾ കരയാനുള്ളതിന്റെ കാരണം. അവൾ ഇങ്ങനെ വാവിട്ട് മുറവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ പട്ടണത്തിലേക്ക് കയറി ചെന്നു. പട്ടണത്തിൽ നിന്ന് ശവമഞ്ചവും ചുമന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് ഈ സഹോദരിയുടെ നിലവിളി, താങ്ങാൻ കഴിയാത്ത നിലവിളി, കരഞ്ഞോണ്ട് അവൾ പുറത്തേക്ക് വരികയാണ്. ജീവൻ കൊടുക്കുന്ന കർത്താവ് പട്ടണത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഒന്നുകൂടെ പറയാം, ജീവനും മരണവും കൂടെ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ, അല്ലെ? ജീവൻ നൽകുന്ന കർത്താവ് പട്ടണത്തിലേക്ക് കയറുന്നു, മരണവുമായി പുറത്തേക്ക്, ശവമഞ്ചവുമായി മരിച്ചൊരുവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ജീവനും മരണവും തമ്മിൽ ഏറ്റുമുട്ടി, മരണം പരാജയപ്പെട്ടു, ജീവൻ അവിടെ ജയം പ്രാപിച്ചു. എന്റെ കർത്താവ് ആ കരയുന്നവളോട് പറഞ്ഞൊരു വാക്കുണ്ട്. വിധവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ കരയണ്ട, നിന്റെ കണ്ണുനീരിന് ഇന്ന് മറുപടിയാ. എന്റെ ചിന്ത ശ്രദ്ധിക്കണേ, ഈ ശവമഞ്ചം കൊണ്ടുപോകുന്നതിന് മുമ്പ്, വീട്ടിൽ നിന്ന് ശവമഞ്ചം എടുക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞ മാത്രയിൽ ഒട്ടനവധി ആളുകൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, അവിടെ പള്ളിക്കാർ, പട്ടക്കാരൊക്കെ അവിടെ ചെന്നു. അവരൊക്കെ പറഞ്ഞു, കരയണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, കരയണ്ട. പക്ഷെ അവള് വാവിട്ട് കരയുക. അവരുടെ വാക്കുകളൊന്നും ഇവിടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ കഴിയുന്നില്ല. അവൾക്ക് വീണ്ടും വീണ്ടും വേദന. കാരണം കുഞ്ഞങ്ങനെ മരിച്ചു കിടക്കുകയല്ലേ.
പക്ഷെ കരയണ്ട എന്ന് ഒരുവൻ വന്ന് പറഞ്ഞു കേട്ടോ. അവൻ നാട്ടുകാര് പറഞ്ഞതുപോലെയല്ല കരയണ്ട എന്ന് പറഞ്ഞത്. ഞങ്ങളെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ആശ്വസിപ്പിക്കാൻ പറഞ്ഞ വാക്കല്ല കർത്താവ് പറഞ്ഞത്. കരയണ്ട എന്ന് അവളോട് പറഞ്ഞിട്ട് അവൾ കരഞ്ഞ വിഷയത്തിന് എന്റെ കർത്താവ് അവൾക്ക് മറുപടി കൊടുത്തുന്നേ. രാത്രി വിശ്വസിക്കാമോ? ലോകം പറയുന്നത് പോലെയല്ല എന്റെ കർത്താവ് പറയുന്നത്. ആമേൻ. കർത്താവ് കരയണ്ട എന്നൊരു വിഷയത്തിൽ പറഞ്ഞ പിന്നെ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെ ആ വിഷയത്തിൽ കരയേണ്ടി വരത്തില്ല. ഞാൻ ഒന്നും കൂടെ പറയുന്നു, കരഞ്ഞ വിഷയത്തിൽ നീ സന്തോഷിച്ച് തുള്ളിച്ചാടത്തക്ക രീതിയിൽ നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്താണ്ട് വൈഡ പ്രബൽഖന രഗതന രാത്രി വിശ്വസിക്കാൻ തയ്യാറാകുക. അവൻ ഏറ്റവും അധികം കരഞ്ഞ വിഷയത്തിന്മേൽ അവൻ കണ്ണുനീര് തുടയ്ക്കുക മാത്രമല്ല, കർത്താവ് ഒരു മറുപടി പറയുന്നു, ഇനി നീ കരയണ്ട. ആമേൻ. പ്രിയരെ, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യ വീടിനെ ലക്ഷ്യമാക്കി ജീവിത വിശുദ്ധിയോടെ, കളങ്കമേൽക്കാതെ, കറയേൽക്കാതെ, നമ്മുടെ കർത്താവിന്റെ കാഹളധ്വനി എപ്പോൾ മുഴങ്ങുമെന്നുള്ള ആ ഒരു കാത്തിരിപ്പോടെ, എപ്പോ കാഹളം ധ്വനിച്ചാലും അയ്യോ കർത്താവ് ഒന്നും കൂടെ ഒരുങ്ങാനുണ്ട് കേട്ടോ, ഒന്നും കൂടെ ഒന്ന് റെഡിയാകാനുണ്ട്. നോ, ഒരുങ്ങിയിരിക്കാം, കാത്തിരിക്കാം. നമ്മുടെ പ്രിയൻ വരാറായി, നമ്മുടെ കർത്താവ് വരാറായി. നമ്മൾ പാടാറുണ്ടല്ലേ, ഹല്ലേലൂയ, എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി, എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി, മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും, നാമും ചേർന്ന് പാടും ദൂത തുല്യരായി. മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും, നാമും ചേർന്ന് പാടും ദൂത തുല്യരായി. പ്രിയരെ, നമ്മുടെ കർത്താവ് തന്റെ കാഹളധ്വനി മുഴങ്ങുവൻ നാളുകൾ സമീപമായി. നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കാത്തിരിപ്പ് വൃഥാവാകത്തില്ല. നമ്മുടെ കാത്തിരിപ്പ് മറ്റൊന്നിനു വേണ്ടി ആകരുത്. നിത്യതയെ ലക്ഷ്യമാക്കി നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമുക്ക് കാത്തിരിക്കാം. സ്വർഗീയ പൗരത്വം ലഭിക്കപ്പെട്ട നാം ആ പൗരത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ, നമ്മെ ചേർക്കാൻ മടങ്ങി വരുന്ന പ്രാണപ്രിയനായി നമുക്ക് കാത്തിരിക്കാം. ജഡീക സുഖങ്ങളെ വെടിഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. ലൗകിക ചിന്തകളെ വെടിഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. ഇഹലോകത്തിന്റെ ചിന്തയെ വെടിഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. പ്രിയരെ, കർത്താവിന്റെ വരവിൽ നമുക്ക് നിത്യതയിൽ കർത്താവിനോടുകൂടെ കാണപ്പെടണം. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാം. കർത്താവ് ഇന്ന് രാത്രി നമ്മെ ഈ വിലപ്പെട്ട തിരുവെഴുത്തുകളാൽ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വരാറായി, ഒരുക്കപ്പെട്ടവരായി വിശുദ്ധിയോടെ പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ശുശ്രൂഷ